Morning, Manjusha madam. Good morning, good morning. Thank you. Morning. Good morning, good morning. അപ്പോൾ ഇന്നത്തെ മോർണിംഗ് എഡ്യൂക്കേഷൻ സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ എന്നെ സ്വയം പരിചയപ്പെടുത്താം. എൻ്റെ പേര് മഞ്ജുഷ, വയസ്സ് 45, കോട്ടയം ജില്ലയിലെ നീണ്ടൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് ഞാനിപ്പോൾ കണക്ട് ആയിരിക്കുന്നത്. ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് ലിവർ ഹെൽത്തി ഡയറ്റ്, നമ്മുടെ കരളിന് ഹിതകരമായിട്ടുള്ള അല്ലെങ്കിൽ ആവശ്യമുള്ള ഒരു ഡയറ്റ് എന്തൊക്കെയാണ്, നമ്മുടെ ന്യൂട്രീഷൻ പ്രോഗ്രാമിൽ എങ്ങനെയൊക്കെയാണ് അത് ഹെൽപ്പ് ചെയ്യുന്നത് എന്നൊക്കെയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോ ഞാൻ എൻ്റെ ഒരു ബിഫോർ ഹെർബൽ ലൈഫ് ജസ്റ്റ് ഒന്ന് പറഞ്ഞിട്ട് ഞാൻ അങ്ങ് കണ്ടിന്യൂ ചെയ്യും. എല്ലാവരെയും പോലെ തന്നെ ഞാൻ ഒബിസിറ്റി റിലേറ്റഡ് പ്രോബ്ലംസിന് 90% അല്ലെ 95% ആൾക്കാരും ഒബിസിറ്റി ആയിരുന്നു എൻ്റെ ഈ പ്രശ്നം. 84 കിലോളം വെയിറ്റോടെ, അതായത് എൻ്റെ 25ാമത്തെ വയസ്സ് മുതൽ ഒബിസിറ്റിയിലേക്ക് ഞാൻ റണ്ണായി തുടങ്ങി. ഒരു 41 വയസ്സൊക്കെ ആകുമ്പോഴാണ് ഞാൻ നമ്മുടെ പ്രോഗ്രാമിൽ കണക്ട് ആയത്. ഇപ്പൊ ഏകദേശം 4 വർഷം ആകുന്നു, എനിക്കിപ്പോ 45 വയസ്സായി. അപ്പൊ 25ാമത്തെ വയസ്സ് മുതൽ 41ാമത്തെ വയസ്സ് വരെ ചെറിയ രീതിയിൽ ഒരു 5 കിലോ 10 കിലോ അങ്ങനെ ഇൻക്രീസ് ചെയ്ത് അത് ഐഡിയൽ വെയിറ്റിൽ നിന്നും ഒരു 10-20 കിലോന്റെ അടുത്തേക്ക് നീങ്ങിയ ഒരു സിറ്റുവേഷനിൽ, പ്രഗ്നൻസി അങ്ങനെയുള്ള ടൈമിലൊക്കെ നീങ്ങിയിട്ടുണ്ട്. സ്വാഭാവികം എന്നുള്ള രീതിയിൽ നമ്മൾ അതിനെ തള്ളിക്കളഞ്ഞു. പിന്നീടും വെയിറ്റ് കുറയാനായിട്ട് പല ശ്രമങ്ങളും ഒക്കെ നടത്തി, അതിലൊക്കെ പരാജയപ്പെട്ടു. ഇത് വെയിറ്റ് എൻ്റെ ബോഡി ടൈപ്പ് ആണ്, എനിക്കത് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല, പട്ടിണി കിടന്നു. പല മെത്തേഡ്സ് യൂട്യൂബിൽ കണ്ട ടിപ്സ് ഒക്കെ ചെയ്തൊക്കെ നോക്കിയിട്ട് അതൊക്കെ ഫെയിലിയർ ആയിട്ട് അങ്ങനെ ഇരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഹസ്ബൻഡ് ലോക്ക്ഡൌൺ ടൈമിൽ നമ്മുടെ പ്രോഗ്രാമിലേക്ക് ഇൻവിറ്റേഷൻ കിട്ടി. അദ്ദേഹത്തിന്റെ കൂടെ വർക്ക് ചെയ്യുന്ന KSEC തന്നെ സ്റ്റാഫായിട്ടുള്ള മാനേജറായിട്ടുള്ള മനോജ് സാർ വഴി നമ്മുടെ പ്രോഗ്രാമിലേക്ക് വന്നത്. പ്രോഗ്രാമിൽ ജോയിൻ ചെയ്തു. അദ്ദേഹവും ഒരു ചുരുങ്ങിയ കാലഘട്ടം കൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ 10 കിലോഗ്രാം എക്സസ് വെയിറ്റ് കുറയ്ക്കുന്ന പ്രോസസ്സിൽ അദ്ദേഹത്തിനുണ്ടായിരുന്ന ഹെൽത്ത് ഇഷ്യൂസ്, എസ്പെഷ്യലി ഡയബറ്റിക് ആയിരുന്നു. ഒരു 5-6 വർഷമായിട്ട് ഡയബറ്റിക് ആയിരുന്നു. അതിന് മെഡിസിൻ ഇൻസുലിനിലേക്ക് കടന്നിട്ടുണ്ടായില്ല, മെഡിസിനിലായിരുന്നു, അലോപ്പതി മെഡിസിനിലായിരുന്നു. അപ്പൊ ആ ഡയബറ്റിക് ഇഷ്യൂസും അതുപോലെ തന്നെ വർക്കിനോടനുബന്ധിച്ചുള്ള BP ആണ് നമ്മൾ ഹൈ BP ഉണ്ടായിരുന്നു. സ്ട്രെസ്സും സ്ട്രെയിനൊക്കെ മൂലം വർക്കിനോട് അല്ലെങ്കിൽ ജോലി സംബന്ധമായ BP എന്ന് നമ്മൾ വിചാരിച്ചിരുന്ന BP, അതുപോലെ ബോർഡർ ലൈൻ കൊളസ്ട്രോൾ, പിന്നെ ഒരു ഫാറ്റി ലിവറിന്റെ ത്രെട്ടും വർഷങ്ങളായി ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഹോസ്പിറ്റൽ വിസിറ്റ്, ചെസ്റ്റ് പെയിൻ പോലെയൊക്കെ തോന്നി ഹോസ്പിറ്റൽ വിസിറ്റിലൊക്കെ നമ്മളാവുമ്പോൾ, അതായത് കുളിച്ചത് കേട്ടിൽ ഗ്യാസ് അസിഡിറ്റി പ്രോബ്ലംസ് വന്നിട്ട് ചെസ്റ്റ് പെയിൻ ആണോ എന്ന് സംശയിച്ച് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയി. ഹാർട്ട് പ്രോബ്ലംസ് ഒന്നും ഇല്ല എന്ന് പറഞ്ഞ് നമ്മളെ പറഞ്ഞു വിട്ടിരുന്ന ഒരു സമയത്താണ് ഞാൻ ഡോക്ടറോട് അങ്ങോട്ട് ഫോഴ്സ് ചെയ്ത് നിർബന്ധിച്ച് ഫുൾ ബോഡി ചെക്കപ്പ് സ്കാനിങ് വേണമെന്ന് പറഞ്ഞൊരവസരത്തിൽ സ്കാൻ ചെയ്തപ്പോൾ അദ്ദേഹത്തിന് ഒരു ഫാറ്റി ലിവറിന്റെ ഒരു സ്റ്റാർട്ടിങ് സ്റ്റേജ്, ഒരു അങ്ങനത്തെ ഒരു ത്രെട്ടും കൂടി ഉണ്ടായിരുന്നു. ശ്രദ്ധിക്കണം എന്ന് മാത്രം പറഞ്ഞ് നമ്മള് ഡോക്ടേഴ്സ്, നമ്മൾ അത്രയും സംസാരിക്കാനുള്ള ടൈമേ നമുക്ക് ഹോസ്പിറ്റലുകളിലുള്ളൂ. എങ്ങനെ ശ്രദ്ധിക്കണം എന്ന് നമുക്കറിയില്ല. വീണ്ടും തിരിച്ച് വീട്ടിലേക്ക് വന്നിട്ട് പഴയ ഈറ്റിംഗ് ഹാബിറ്റിൽ നമ്മൾ ചെയ്യുന്നതെല്ലാം കറക്റ്റ് ആണെന്നുള്ള മിഥ്യാധാരണയിൽ മുന്നോട്ട് പോയതിന്റെ ഫലമായിട്ട് ഈ പറഞ്ഞ അസുഖങ്ങളെല്ലാം മുന്നോട്ട് പോയിക്കൊണ്ട് ഹോസ്പിറ്റൽ വിസിറ്റിലൂടെയാണ് പോയിക്കൊണ്ടിരുന്നത്. എന്നെ സംബന്ധിച്ച് ഏജ് 41 ആയിട്ടുണ്ടായിരുന്നുള്ളൂ പ്രോഗ്രാമിൽ എൻ്റർ ചെയ്യുമ്പോൾ. അതുകൊണ്ട് തന്നെ മറ്റു അസുഖങ്ങളിലേക്ക് ഞാൻ കടന്നിട്ടുണ്ടായിരുന്നില്ല. എൻ്റെ ഹെൽത്ത് ഇഷ്യൂ എന്ന് പറയുന്നത്, ഒബിസിറ്റി റിലേറ്റഡ് ഹെൽത്ത് ഇഷ്യൂ എന്ന് പറയുന്നത് യൂറിക് ആസിഡ് ആയിരുന്നു. അപ്പൊ ഐഡിയൽ വെയിറ്റിലെത്തിയ പ്രോസസ്സിൽ ഇതെല്ലാം ഞങ്ങൾക്ക് ഓവർകം ചെയ്ത് ഒരു ഹെൽത്തി ആയിട്ട് ഹാപ്പി ആയിട്ടുള്ള ഒരു ലൈഫ് ഫുൾ ഫാമിലി ഇപ്പൊ റൺ ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഈ ഫാറ്റി ലിവർ എന്ന് പറയുന്ന അല്ലെങ്കിൽ ലിവർ ഹെൽത്തി ഡയറ്റിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ ആദ്യം തന്നെ സ്ലൈഡ് ഒന്ന് ഷെയർ ചെയ്യാമോ മാം? ലിവറിന്റെ ഫംഗ്ഷൻ എന്താണ്, എന്താണ് ലിവർ നമുക്ക് വേണ്ടി ചെയ്തു തരുന്നത് എന്നൊക്കെ ഒരു ഔട്ട്ലൈൻ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്തിട്ട് നമുക്ക് ബാക്കി ഇഷ്യൂസിലേക്കും നമ്മളുടെ പ്രോഗ്രാമിൽ എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് നമ്മുടെ പ്രോഗ്രാം നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നു എന്നാണ് നമ്മൾ ഇന്നോട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കറിയാം ലിവർ ആണ് ലാർജസ്റ്റ് ഇന്റേണൽ ഓർഗൻ അല്ലെ, ഏറ്റവും ഈ വലിയ ഇന്റേണൽ ഓർഗൻ എന്ന നമ്മുടെ ശരീരത്തിന് അകത്തുള്ള ഏറ്റവും വലിയ ഇന്റേണൽ ഓർഗൻ ആണ് ലിവർ. അതിന് ആ ലാർജസ്റ്റ് ഓർഗൻ എന്ന് പറയുമ്പോൾ തന്നെ ലിവറിന് ഒത്തിരി അധികം ടാസ്ക് ചെയ്യാനുണ്ട്, ഒത്തിരി അധികം ഉത്തരവാദിത്തങ്ങളാണ് ലിവറിൽ നിക്ഷിപ്തമായിട്ടുള്ളത്. ഏകദേശം 500ഓളം എസെൻഷ്യൽ ഫങ്ഷൻസ് ലിവർ നിർവഹിക്കുന്നുണ്ട് ഡേ ടു ഡേ ലൈഫിൽ നമ്മൾക്ക് വേണ്ടി എന്നാണ് പറയപ്പെടുന്നത്. അതിന്റെ മെയിൻ ഇമ്പോർട്ടന്റ് ജോലി എന്ന് പറയുന്നത് ഡൈജഷൻ റിലേറ്റഡ് ആക്ടിവിറ്റീസ് ആണ്. അതായത് ബൈൽ അല്ലെ പിത്തരസം ഉൽപ്പാദിപ്പിക്കുക, പിത്തസഞ്ചിയിൽ പിത്തരസം ഉൽപ്പാദിപ്പിച്ച് വെക്കുക, ഗോൾ ബ്ലാഡറിലേക്ക് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് പിത്തരസം അല്ലെങ്കിൽ പിത്തരസം
ഫാറ്റിനെയൊക്കെ ഡൈജസ്റ്റ് ചെയ്യാനുള്ള പിത്തരസം ഉൽപ്പാദിപ്പിക്കുക എന്നുള്ള പ്രഥമ കർത്തവ്യമാണ് നമ്മുടെ ലിവറിനുള്ളത്. പിന്നീട് അതിന്റെ ഫങ്ഷൻസ് എന്ന് പറയുന്നത് ഡീടോക്സ് ഓർഗൻ ആണ്. നമ്മുടെ ശരീരത്തിൽ വരുന്ന ടോക്സിൻസ്, പെസ്റ്റിസൈഡ്സ്, കെമിക്കൽസ്, മെഡിസിനിലുള്ള ഡ്രഗ്സിലൊക്കെ ഉള്ള അതിന്റെ ഡ്രഗ് മെറ്റബോളൈറ്റ്സിലുള്ള ടോക്സിൻസ്, ആഹാരത്തിലൂടെയും വെള്ളത്തിലൂടെയും എത്തുന്ന ടോക്സിൻസ്, വൈറസ്, ബാക്ടീരിയ, ഇതിനൊക്കെ ഫിൽട്ടർ ചെയ്യാൻ ഇൻ ദ സെൻസ് അതിനെ ഡീടോക്സിഫൈ ചെയ്യുക എന്നുള്ളൊരു മെറ്റബോളിക് ആക്ടിവിറ്റിയാണ് ലിവർ മെയിൻ ആയിട്ട് ചെയ്യുന്നത്. പിന്നെ ഉള്ള മെയിൻ ഒരു ഫംഗ്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബോഡിയിൽ ആവശ്യമായിട്ടുള്ള ഒട്ടുമിക്ക പ്രോട്ടീൻസും സിന്തസൈസ് ചെയ്യുന്നത് ആൽബുമിൻ, ഗ്ലോബുലിൻ അതുപോലുള്ള പ്രോട്ടീൻസ്, ബ്ലഡ് റിലേറ്റഡ് പ്രോട്ടീൻസ് എല്ലാം നിർമ്മിക്കുന്നത് നമ്മുടെ ലിവർ ഹെപ്പാറ്റോസൈറ്റ്സിലെ കരളിലെ കോശങ്ങളാണ്. പിന്നെ ലിവറിന്റെ ഒരു പ്രത്യേകത, ലിവറിന് ചെറിയ എമൗണ്ട് ഓഫ് റീജനറേഷൻ, അതായത് ചെറിയ രീതിയിൽ സ്വന്തമായിട്ട് പുനർനിർമ്മിക്കാൻ, റീജനറേറ്റ് ചെയ്യാൻ പറ്റും ലിവറിന്റെ കോശങ്ങൾക്ക്. ഓക്കെ, നമുക്ക് എല്ലാവർക്കും അറിയാം ലിവർ സിറ്റുവേറ്റ് ഇരിക്കുന്നത് നമ്മുടെ ശരീരത്തിന്റെ വലതു ഭാഗത്തായിരുന്നു. പിക്ചറിൽ കണ്ടാലും ഇടതു ഭാഗത്ത് പോലെ തോന്നും, പക്ഷെ ഇങ്ങനെ ഒരു ശരീരം ഡോക്ടർ എക്സാമിൻ ചെയ്യുമ്പോൾ ഡോക്ടർ അല്ലെങ്കിൽ ഒരു പരിശോധകൻ കാണുന്ന രീതിയിലാണ് ഈ പിക്ചേഴ്സ് നമുക്ക് വരച്ചു വെക്കുന്നത്. അപ്പോൾ നമ്മുടെ ശരീരത്തിന്റെ ഷോൾഡർ നോക്കിയാൽ അറിയാം, റൈറ്റ് സൈഡ്, നമ്മുടെ ശരീരത്തിന്റെ റൈറ്റ് സൈഡിലാണ് ലിവർ സിറ്റുവേറ്റ് ചെയ്തിട്ടുള്ളത്. ഡയഫ്രം എന്ന് പറയുന്ന ഒരു മസ്കുലർ ഓർഗൻ ഉണ്ട്, അതിന്റെ തൊട്ട് താഴെയായിട്ട്. ഒരു 1.5 കിലോ വരെ, ഒരു കിലോ മുതൽ 1.5 കിലോ വരെ ഭാരം ലിവറിനുണ്ട്. പിന്നെ ഏറ്റവും ഹെൽത്തി കണ്ടീഷനിൽ ലിവറിന്റെ കളർ നല്ല റെഡിഷ് ബ്രൗൺ ആയിട്ട് സ്പോഞ്ചി ആയിട്ട് സ്മൂത്ത് ആയിട്ടുള്ള ഒരു ടെക്സ്ചറിലാണ് ലിവർ കാണപ്പെടുന്നത്. അപ്പൊ നമ്മള് നമ്മള് നോൺ വെജ് ഐറ്റംസ് ഒക്കെ കഴിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ ചിക്കനും ബീഫ്, മട്ടനൊക്കെ കട്ട് ചെയ്യുന്ന സ്ഥലങ്ങളിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ കണ്ടിട്ടുണ്ടാവും. അപ്പൊ നല്ല റെഡിഷ് കളറിൽ ഇരിക്കും ലിവർ. ഇനി ഇതിന്റെ ഒരു ആരോഗ്യം നശിച്ചു എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാണ് അതിന്റെ കളർ മാറി തുടങ്ങും. അതാണ് ഏറ്റവും വലിയ ലക്ഷണം എന്ന് പറയുന്നത്. പുറമേക്ക് നമ്മളുടെ ബ്ലഡ് റിസൾട്ടിലുള്ള, ഇപ്പൊ ലിവർ ഫംഗ്ഷൻ ടെസ്റ്റ് ഒക്കെ എല്ലാവരും ചെയ്യാറുണ്ട്, മന്ത്ലി അല്ലെങ്കിൽ ഡോക്ടേഴ്സ് പറയുമ്പോഴൊക്കെ നമ്മൾ ചെയ്യാറുണ്ട്. അപ്പോ നമുക്ക് ലിവർ ഫംഗ്ഷൻ ടെസ്റ്റില് ചെയ്യുന്ന എല്ലാ പാരാമീറ്റേഴ്സിലേക്കും അത് ആൾട്ടർ ചെയ്യുന്നത് ഏറ്റവും ഫൈനൽ സ്റ്റേജ് എന്ന് വെച്ചാൽ, നമ്മൾ കേട്ടിട്ടുണ്ട് ലിവർ എന്ന് പറഞ്ഞാൽ അതിന്റെ ഏറ്റവും ഫുൾ കപ്പാസിറ്റിയിൽ ഏറ്റവും അവസാനത്തെ കോശം പോലും നമ്മൾക്ക് വേണ്ടി വർക്ക് ചെയ്യുന്ന ഒരു ഓർഗനാണ് ലിവർ എന്ന് പറയുന്നത്. അതിന്റെ ഫുൾ കപ്പാസിറ്റിയിൽ അത് വർക്ക് ചെയ്യും. അതുകൊണ്ട് തന്നെ ലിവറിന് എന്തെങ്കിലും ഡാമേജ് വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് ബ്ലഡ് റിസൾട്ടിൽ പെട്ടെന്നൊന്നും അറിയാൻ പറ്റില്ല. ലിവർ ഫംഗ്ഷൻ ടെസ്റ്റ് ചെയ്യുമ്പോഴേക്കും ഓൾറെഡി നോർമൽ ആയിരിക്കും. പക്ഷെ നമ്മളൊരു സ്കാനോ എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോഴാണ് ആൾക്ക് ഫാറ്റി ലിവർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടോ എന്നൊക്കെ നമുക്കറിയാൻ പറ്റുള്ളൂ. അപ്പോ ഫാറ്റി ലിവറിനെ കുറിച്ച് ജസ്റ്റ് ഞാൻ പറയാം. അപ്പൊ ഞാൻ പറഞ്ഞായിരുന്നു, എന്റെ ഹസ്ബൻഡിന് ഒരു ഫാറ്റി ലിവറിന്റെ ഒരു ത്രെഡ് ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മൾ ഈ പ്രോഗ്രാമിലൂടെ അതെങ്ങനെയാണ് ഓവർകം ചെയ്തത് എന്നുള്ളൊരു കണ്ടീഷനാണ് ഞാനിവിടെ പറയുന്നത്. ഓക്കെ, അപ്പൊ എന്ന് പറഞ്ഞാൽ ഇതൊരു ചികിത്സാ പദ്ധതിയായിട്ടോ ചികിത്സാ രീതിയായിട്ടോ പുതിയതായിട്ട് ജോയിൻ ചെയ്ത ആൾക്കാരുണ്ടെങ്കിൽ യാതൊരു കാരണവശാലും ഇവിടെ നടക്കുന്നത് ചികിത്സാ സമ്പ്രദായമാണെന്നോ അല്ലെങ്കിൽ മരുന്നുകളാണ് ഇവിടെ നൽകുന്നതെന്നോ ഒന്നും തെറ്റിദ്ധരിക്കരുത്. നമ്മളിവിടെ ഗുഡ് ന്യൂട്രീഷൻ, നമ്മുടെ ശരീരത്തിന് നിത്യേന വേണ്ട പോഷകങ്ങളുടെ അഭാവത്തിനെ പരിഹരിച്ചുകൊണ്ട് ഒരു ഗുഡ് ന്യൂട്രീഷൻ ആഡ് ചെയ്തുകൊണ്ട് ബോഡിയെ തനിയെ റിക്കവർ ചെയ്യാൻ, അല്ലെങ്കിൽ ബോഡിക്ക് വേണ്ട ന്യൂട്രിയൻസും വൈറ്റമിൻസും മിനറൽസും ഫൈബറും എല്ലാം കൃത്യമായ അളവിൽ സയന്റിഫിക്കലി ഡിസൈൻ ചെയ്ത ഒരു ഫോർമുലേറ്റഡ് ഫുഡ്സ് ആണ് നമ്മുടെ ഫുഡ് തന്നെയാണ് നമ്മളത് പറയാറ്. ഫുഡ്സ് ആണ് നമ്മൾക്ക് വേണ്ടി നമ്മുടെ ഹെർബൽ ലൈഫ് ന്യൂട്രീഷൻ കമ്പനി പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഇത് ഒരു കോച്ചിന്റെ സഹായത്തോടെ യൂട്ടിലൈസ് ചെയ്ത് എങ്ങനെ നമ്മുടെ ലൈഫ് സ്റ്റൈലൊക്കെ ചേഞ്ച് ചെയ്ത് നമ്മുടെ ആരോഗ്യത്തിനെ എങ്ങനെ തിരിച്ചു പിടിക്കാമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നതും. ന്യൂട്രീഷൻ പ്രോഡക്ട്സ് ഉപയോഗിച്ച് കോച്ചസിന്റെ നിർദ്ദേശങ്ങൾ കൃത്യമായിട്ട് പാലിച്ചുകൊണ്ട് നമ്മൾ ദൈനംദിന ജീവിതത്തിൽ അത് അനുഷ്ഠിച്ചുകൊണ്ട് നമ്മൾ പാലിക്കുന്നതും മറ്റുള്ളവരിലേക്ക് പറഞ്ഞു കൊടുക്കുന്നതും ഒക്കെ. ഓക്കെ, അപ്പൊ അതാണ് നമ്മളുടെ ഈ കമ്മ്യൂണിറ്റിയിൽ നടക്കുന്നത്. പുതിയതായിട്ട് ജോയിൻ ചെയ്ത ആരും തെറ്റിദ്ധരിക്കരുത്. നെക്സ്റ്റ് സ്ലൈഡ്. ഇപ്പൊ ഞാനും ഈ പറഞ്ഞതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിലൊക്കെ ഒത്തിരി നെഗറ്റീവ്സ് കണ്ടിട്ടാണ് ഹെർബൽ ലൈഫ് ഹസ്ബൻഡ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഞാൻ സ്പോട്ടിൽ ഇല്ലായിരുന്നു, ഞാൻ എന്റെ വീട്ടിലായിരുന്നു. അപ്പോൾ ഈ ടിന്നുകളൊക്കെ ഇങ്ങനെ ഇരിക്കുമ്പോഴേക്കും ഇതെന്തൊക്കെയാണ് ഈ പൊടികളൊക്കെ കലക്കി കുടിക്കുന്നത്, എങ്ങനെയൊക്കെയോ വെയിറ്റ് ഒക്കെ കുറച്ചിട്ടുണ്ട്, അതൊക്കെ കൊള്ളാം. പക്ഷെ ശരീരത്തിനുള്ളിൽ എന്താണ് സംഭവിച്ചതെന്ന് അറിയാതെ വളരെയധികം ടെൻഷനോടെ ഒരു 10-14 ദിവസം ഞാൻ ഇരുന്ന് കരച്ചിൽ തന്നെയായിരുന്നു, രാത്രിയിൽ ആരും അറിയാതെ എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. ആ ഒരു സിറ്റുവേഷനിലൂടെയാണ്. ബിക്കോസ് നമുക്കറിയില്ല
നമ്മളുടെ അജ്ഞത മൂലമാണ്. ഇത് എന്താണ് ഈ ശരീരത്തിന് സംഭവിച്ചിരിക്കുന്നത് എന്ന് അറിയില്ല. അപ്പൊ പുറത്തുനിന്നുള്ള ആൾക്കാർ നോക്കുമ്പോൾ നമ്മൾ മെലിഞ്ഞിട്ടുണ്ടോ, നമ്മള് ചിലര് പറയും ബ്യൂട്ടിഫുൾ ആയി എന്ന് പറയും, ചിലര് പറയും അയ്യോ ഉണങ്ങി ആകെ അവശതയായി എന്ന് പറയും. അപ്പൊ എങ്ങനെയാണ് നമ്മുടെ ശരീരത്തിലെ ആ ഒബീസിറ്റി കൺട്രോൾ ചെയ്തത്, അല്ലെ ഫാറ്റ് എങ്ങനെയാണ് കുറഞ്ഞത്, വെയിറ്റ് കുറഞ്ഞു. ഇപ്പൊ സോഷ്യൽ മീഡിയയിലൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ കുറെ നെഗറ്റീവ്സ് എഴുതി വെച്ചിട്ടുണ്ട്. ഓരോരുത്തരും മസിലും ബോൺസും ഒക്കെ എല്ലാം ഉരുകി ഒലിച്ചു പോയാണ് ഇവര് വെയിറ്റ് കുറച്ചിരിക്കുന്നത് എന്നൊക്കെയാണ് എഴുതി വെച്ചിരിക്കുന്നത്. രസകരമായിട്ടാണ് എനിക്കിപ്പോ തോന്നുന്നത്, പക്ഷെ അന്ന് ഞാൻ അതാണ് വിശ്വസിച്ചിരുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഒരു അവസരത്തിൽ വളരെ വിഷമിച്ച് ഞാൻ സ്കാൻ ചെയ്യാൻ പോകണം എന്ന് നിർബന്ധിക്കുന്ന ഈ ശരീരത്തിൽ വെയിറ്റ് എങ്ങനെ കുറഞ്ഞു. അപ്പൊ ഞാൻ കോച്ചസ് ആയിട്ടൊന്നും കണക്ട് ചെയ്യില്ലായിരുന്നു, സിസ്റ്റത്തിലൊന്നും ഞാൻ വരില്ലായിരുന്നു. മോർണിംഗ് എഡ്യൂക്കേഷൻ ഇങ്ങനെ ഞാൻ എത്തി നോക്കിയിട്ട് ഹസ്ബൻഡ് ഇരുന്ന് കാണുമ്പോൾ നോക്കിയിട്ട് പോകും, ഇതൊക്കെ തട്ടിപ്പാണെന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ പോകും. അങ്ങനെയൊക്കെ ആയിരുന്നു ഞാൻ ഒരവസ്ഥയിലൂടെയാണ് ഞാൻ പോയിക്കൊണ്ടിരുന്നത്. ജൂലൈ കഴിഞ്ഞ 2024 ജൂലൈ മാസത്തില്. അപ്പോൾ അദ്ദേഹം ഗത്യന്തരമില്ലാതെ അദ്ദേഹത്തിന്റെ ബ്ലഡ് റിസൾട്ട്സ് എന്നെ കാണിച്ചപ്പോഴാണ് എനിക്ക് അതിന്റെ നോർമൽ ആയിട്ടുള്ള ബ്ലഡ് റിസൾട്ട്സ് ഞാൻ ദൈവത്തിനും എന്റെ സിസ്റ്റത്തിനും എന്റെ കോച്ചസിനും നമ്മുടെ ഈ ന്യൂട്രീഷൻ കമ്പനിക്കും മാർക്യൂദിനും എപ്പോഴും ഞാൻ ഡെയിലി ഞാൻ നന്ദി പറയുന്നു. അങ്ങനെ ആ ഒരു ബ്ലഡ് റിസൾട്ട് കണ്ടതാണ് എന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു വഴിത്തിരിവായത്. അദ്ദേഹത്തിന്റെ അബ്നോർമൽ ആയി കണ്ടിരുന്ന എല്ലാ വാല്യൂസും, അതായത് ബ്ലഡ് ഷുഗറും അതുപോലെയുള്ള വാല്യൂസ് എല്ലാം ചെറിയ ഓൾട്ടറേഷന്റെ ഫാറ്റ് ലിവറിന്റെ അനുബന്ധിച്ച് ചെറിയ ഓൾട്ടറേഷൻസ് ലിവർ എൻസൈംസിലൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അതെല്ലാം നോർമലായി കണ്ട ഒരു, അല്ലെങ്കിൽ ബോർഡർ ലൈൻ കൊളസ്ട്രോൾ ഉണ്ടായിരുന്നതൊക്കെ നോർമൽ ആയത് ആ ഒരു റിസൾട്ട് ആണ് എന്നെ ഏറ്റവും കൂടുതൽ ഇൻസ്പയർ ആക്കിയത്. കാര്യം ഞാൻ പഠിച്ചത് ബയോകെമിസ്ട്രി എന്ന് പറഞ്ഞ സബ്ജക്റ്റ് ആണ്. അപ്പൊ ക്ലിനിക്കൽ ബയോകെമിസ്ട്രി ഞങ്ങൾക്ക് ഒരു പേപ്പർ ആയിട്ട് പഠിക്കാനൊക്കെ ഉണ്ട്. അപ്പൊ ഇത് നമ്മുടെ നോർമൽ വാല്യൂസും ഇതെങ്ങനെ അബ്നോർമൽ ആവുന്നു, പിന്നെ ബാക്കി ക്ലിനിക്കൽ പ്രാക്ടീസിലുള്ള ഡോക്ടേഴ്സിനെ കണ്ട് മറ്റുള്ളവർ എങ്ങനെയാണ് ഇത് പോകുന്നത്, അല്ലെങ്കിൽ ഇതിന്റെ ടെസ്റ്റുകൾ എങ്ങനെയൊക്കെയാണ് ചെയ്യുന്നതെന്ന് മാത്രം നമുക്കറിയാം. ഇതെങ്ങനെ റിവേഴ്സ് ചെയ്ത് നമുക്ക് പ്രാവർത്തികമാക്കി നമ്മുടെ ലൈഫ് തിരിച്ചു പിടിക്കാം എന്നുള്ളതിനെ കുറിച്ച് എനിക്ക് യാതൊരു ധാരണ ഉണ്ടായിരുന്നില്ല. അപ്പോൾ അങ്ങനെ ഒരു ഹാപ്പി റിസൾട്ടിൽ ഞാൻ വളരെയധികം ഇൻസ്പയർഡ് ആയി സിസ്റ്റമായിട്ട് കണക്ട് ആയി. അതിനുശേഷമാണ് ഞാനും എന്റെ റിസൾട്ട് ഒക്കെ എടുക്കാൻ തീരുമാനിച്ചത് പോലും. അപ്പോ ആ കൂടുതൽ നമ്മൾ മനസ്സിലാക്കും തോറും നമ്മൾ മനസ്സിലാക്കി വന്നപ്പോഴാണ് നമ്മുടെ സയന്റിഫിക് ടീം, ഇപ്പൊ ഈ സ്ലൈഡിൽ കാണിച്ചിരിക്കുന്ന വേൾഡ് ഫേമസ് സയന്റിഫിക് ടീം ആണ് നമ്മുടെ ഫുഡ് എല്ലാം ഫോർമുലേറ്റ്, ഓരോ ഫുഡും ഫോർമുലേറ്റ് ചെയ്തതിന് പിന്നിലുള്ളത്. മാർക്യൂ എന്ന് പറയുന്ന മഹാനായ വ്യക്തി, കമ്പനി സ്ഥാപിച്ച വ്യക്തിയാണ്. ഈ സയന്റിസ്റ്റുമാരെയും ടെക്നീഷ്യൻസിനെയും അതുപോലെ തന്നെയുള്ള ഡിസ്ട്രിബ്യൂട്ടേഴ്സിനെ എല്ലാം കോർഡിനേറ്റ് ചെയ്ത് ഈ ഒരു കമ്പനി അദ്ദേഹത്തിന്റെ കാർ പാർക്കിംഗ് ഫെസിലിറ്റിയിലാണ് സ്റ്റാർട്ട് ചെയ്തതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. 45 വർഷം മുന്നേ, എന്റെ അതേ പ്രായം, ഞാൻ അന്ന് ജനിച്ചിട്ട് പോലും ഇല്ല. അതിനും 2 മാസത്തിന് ശേഷമാണ് ഞാൻ ഈ ഭൂമിയിൽ അവതരിച്ചത് തന്നെ എന്ന് പറയാൻ വേണമെങ്കിൽ. അപ്പൊ അത്രയും എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഒരു കമ്പനിയെ കുറിച്ചാണ് നമ്മൾ ഇപ്പൊ നമ്മുടെ കേരളത്തിൽ ഇരുന്നുകൊണ്ട് ഓരോരുത്തരും നെഗറ്റീവ്സ് ഒക്കെ ഇടുന്നത്. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി അതിലേക്കാണ് എല്ലാവരും ആകർഷിക്കപ്പെടുന്നത്. ബിക്കോസ് നമ്മളുടെ മീഡിയം ഓഫ് ലാംഗ്വേജ് മലയാളം ആയതുകൊണ്ട് നമ്മൾ അതാണ് വിശ്വസിക്കുന്നത്. ഈ ഇംഗ്ലീഷിലുള്ള വീഡിയോസും ഈ സയന്റിസ്റ്റുമാർ പറയുന്നതൊന്നും നമ്മൾ കേൾക്കാൻ മെനക്കെടാറുമില്ല. അതെന്താണെന്ന് നമ്മൾക്ക് ചിലപ്പോൾ മനസ്സിലാവില്ല, നമ്മൾ അന്വേഷിച്ചു പോകാറുമില്ല. അപ്പൊ അവിടെയൊക്കെയാണ് ചിലർക്കൊക്കെ നമ്മുടെ ന്യൂട്രീഷൻ പ്രോഡക്റ്റിനെ കുറിച്ചും ഈ സിസ്റ്റത്തിനെ കുറിച്ചും ചില തെറ്റിദ്ധാരണകളൊക്കെ വന്നിട്ട് അവർ നിർത്തി പോകുന്നതും അല്ലെങ്കിൽ വേണ്ട എന്ന് തീരുമാനിക്കുന്നതിന്റെ ഒരു റീസൺ. പക്ഷെ അതിനൊക്കെ അത് എന്താണെന്ന് കറക്റ്റ് ആയിട്ട് പറഞ്ഞു കൊടുക്കാൻ നമ്മൾ, അല്ലെങ്കിൽ കോച്ചസ് ആയിട്ട് നമ്മൾ സംവദിക്കുന്നതുമെല്ലാം ഇതുപോലെയുള്ള എഡ്യൂക്കേഷൻ സെഷൻസിലൂടെയാണ്. അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ അതായത് ലൂയി ജി ഇഗ്നാരോ പോലെ നോബൽ പ്രൈസ് സമ്മാനിതരായ ഡോക്ടേഴ്സും അതുപോലെ തന്നെ ജോൺ ഹീസ് എന്ന് പറഞ്ഞ സ്പോർട്സ് ന്യൂട്രീഷന് വേണ്ടി തന്നെ ഒരു പ്രത്യേകം ഒരു സയന്റിസ്റ്റ് ഉണ്ട്. അതുപോലെ തന്നെ ഡേവിഡ് ഹെബർ എന്ന് പറയുന്ന ആ നടുക്കിരിക്കുന്ന ആ ഒരു വ്യക്തിത്വം, അദ്ദേഹം അമേരിക്കയിലെ ജനപ്രിയ, നമ്മുടെ ഇവിടെ ജനപ്രിയ സിനിമ നടന്നേക്കാണ് നമ്മൾ അറിയാം. നമ്മുടെ നാട്ടിലൊരു ജനപ്രിയ ഡോക്ടർ ഉണ്ടോ എന്ന് വെച്ചാൽ നമുക്ക് ആർക്കും അറിയില്ല. അപ്പം അതുപോലെ അമേരിക്കയിലെ ഒരു സർവേ നടത്തിയിട്ട് ഒരു ജനപ്രിയ ഡോക്ടറെ അവർ കണ്ടെത്തിയിട്ടുണ്ട്, ഡേവിഡ് ഹെബർ. അദ്ദേഹം നമ്മുടെ ന്യൂട്രീഷൻ അഡ്വൈസറി ബോർഡിൽ ഒരു മെയിൻ അംഗമാണ്. അപ്പൊ ഇത്രയൊക്കെയാണ് നമ്മുടെ കമ്പനിയെ കുറിച്ച്. സൗണ്ട് ഇല്ല, ഓക്കെ, താങ്ക് യു. ഞാൻ നേരത്തെ ഒന്ന് സൗണ്ട് കുറച്ചായിരുന്നു, ഞാൻ സൗണ്ട് ഇൻക്രീസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു. ഞാനത് ശ്രദ്ധിച്ചില്ല. ഓക്കെ, ഇപ്പൊ സൗണ്ട് ഓക്കെ ആണെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, ഇപ്പൊ സൗണ്ട് ഉണ്ടോ? ഒന്ന് ടൈപ്പ് ചെയ്തിട്ട് അങ്ങനെ. ഓക്കെ, അപ്പോ ഇതൊക്കെയാണ് നമ്മുടെ കമ്പനീന്റെ ഒരു ഹിസ്റ്ററി, അല്ലെങ്കിൽ നമ്മുടെ പ്രോഡക്ട്സിന്റെ പിന്നിൽ, നമ്മുടെ ഫുഡിന്റെ മുന്നിൽ, ഡിസൈനിന് മുന്നിൽ പ്രവർത്തിക്കുന്ന വ്യക്തിത്വങ്ങൾ ഇവരെല്ലാമാണ്. ഓക്കെ, ആൻഡ് നമ്മുടെ കോച്ചസ് ആണ് ഈ പറയുന്ന ഇൻഫർമേഷൻസ് എല്ലാം വളരെയധികം. ഓക്കെ, താങ്ക് യു. വളരെയധികം എഫേർട്ട് ഒക്കെ എടുത്ത് ട്രെയിനിങ് ഒക്കെ അറ്റൻഡ് ചെയ്ത് വിദേശത്തും സ്വദേശത്തും ഒക്കെ എപ്പോഴും ആക്ടിവിറ്റീസിലാണ് കോച്ചസ്. അതിൽ നിന്ന് ഈ സയന്റിസ്റ്റുമാരിൽ നിന്നും കമ്പനിയുടെ റെപ്രസെന്റേറ്റീവ്സിൽ നിന്നും ഒക്കെ ഈ ഇൻഫർമേഷൻസ് എല്ലാം നേരിട്ട് മനസ്സിലാക്കി എങ്ങനെയാണ് പ്രോഡക്ട്സ് ഉപയോഗിക്കേണ്ടതെന്നും എന്തെല്ലാം കാതലായ മാറ്റങ്ങളാണ് നിത്യജീവിതത്തിൽ കൊണ്ടുവരേണ്ടതെന്നും എല്ലാം സ്വയം പഠിച്ച് സ്വയം അത് പ്രാവർത്തികമാക്കി
നമ്മളിലേക്ക് എത്തിച്ച നമ്മൾ ഓരോരുത്തരെയും നമ്മുടെ കോച്ചസിന്റെ ഡെയിലി നമ്മൾ സ്മരിക്കണം. അപ്പോൾ കോച്ചസിന് വീണ്ടും വീണ്ടും നന്ദി അറിയിച്ചുകൊണ്ട് അപ്പൊ ഇന്നത്തെ സെഷൻ നമ്മൾ ആരംഭിക്കുന്നു. അപ്പൊ നമ്മളോട് നമ്മുടെ കോച്ചസ് പറഞ്ഞിട്ടുണ്ട് വെയിറ്റ് ലോസ് ആണെങ്കിൽ 2 ടൈം ഷേക്ക്, 1 ടൈം നോർമൽ ഫുഡ് അല്ലെ. പിന്നെ ഇടയ്ക്കുള്ള വാട്ടർ ഇൻടേക്കിന്റെ കാര്യം, എന്തൊക്കെ ഫുഡ് നമുക്ക് ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യാം എന്നുള്ളതൊക്കെ നമുക്ക് കോച്ചസ് ഓൾറെഡി പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പൊ ആ ഉച്ചയ്ക്ക് നമ്മൾ കഴിക്കുന്ന ആഹാരം എന്ന് പറയുന്നത് ഒരു കാർബോഹൈഡ്രേറ്റ് എല്ലാം കുറച്ചിട്ട് മറ്റുള്ള കമ്പോണൻസ് ഏതാണോ നമ്മൾ ഇപ്പോ ഉള്ള നമ്മുടെ ആഹാരം, നമ്മൾ തെറ്റാണെന്ന് നമ്മൾ വിശ്വസിക്കാതിരുന്ന നമ്മുടെ ആഹാര രീതി, അതായത് അരിയും ഗോതമ്പും ഒക്കെ കഴിച്ച് കൂടുതൽ കാർബോഹൈഡ്രേറ്റ് അടങ്ങിയ നമ്മുടെ ഡയറ്റ് നമ്മൾ ഫോളോ ചെയ്ത് നമ്മൾ മേലനങ്ങാതെ പണിയെടുക്കുന്നവരാണ് ഇപ്പോ അല്ലെ. ഇപ്പൊ നമുക്ക് എല്ലാം എന്താണ് സ്വിച്ച് ഇട്ടാൽ കിട്ടുന്ന കാര്യങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ പണ്ടുള്ള ആൾക്കാർ ഇതൊക്കെ കഴിച്ചിരുന്നതല്ലേ എന്നൊരു ക്വസ്റ്റ്യൻ നമ്മൾ ഉന്നയിക്കും. പക്ഷെ പണ്ടുള്ള ആളുകൾ, നമ്മുടെ പൂർവികരെല്ലാവരും ഈ പറയുന്ന രാവിലെയുള്ള കാർബോഹൈഡ്രേറ്റും ഉച്ചയ്ക്കും വൈകിട്ടും ഒക്കെ കാർബോഹൈഡ്രേറ്റും ഫാറ്റും അത്യാവശ്യം പ്രോട്ടീനും അടങ്ങിയ ആഹാരമാണ് കഴിച്ചിരുന്നതെങ്കിലും അവർക്ക് നമ്മളിൽ നിന്നുണ്ടായിരുന്ന ഒരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ നന്നായിട്ട് അധ്വാനിക്കുമായിരുന്നു അല്ലെ. മുറ്റമടിക്കാനും വെള്ളം കോരാനും വിറക് വെട്ടാനും അലക്കാനും പൊടിക്കാനും എല്ലാം ഫിസിക്കൽ എഫേർട്ട് ആവശ്യമായിരുന്നു. ധാരാളം നടക്കുമായിരുന്നു ഇല്ലേ, നടന്നാണ് യാത്ര ചെയ്തിരുന്നത്, വാഹനങ്ങളിലൊന്നുമില്ല. അപ്പൊ തന്നെ നല്ല ഫിസിക്കൽ ആക്ടിവിറ്റി ഓരോ പ്രായക്കാർക്കും ഉണ്ടായിരുന്നു. എന്നാൽ ഇന്നത്തെ നമ്മുടെ ലൈഫ് സിറ്റുവേഷൻ ഞാൻ പ്രത്യേകം പറയേണ്ടതില്ല, നേരെ ഓപ്പോസിറ്റ് ആണ്. പോരാത്തതിന് ഈ ഇലക്ട്രോണിക് ഗാഡ്ജറ്റ്സ് ഓരോരുത്തരുടെ കയ്യിൽ മൊബൈലും കൂടെ എത്തിക്കഴിഞ്ഞപ്പോൾ നമ്മൾ കുറേയും കൂടെ ഒരു സെഡൻഡറി ലൈഫിലേക്ക് അല്ലെങ്കിൽ ഒരു ഇനാക്റ്റീവ് ആയിട്ടുള്ള ലൈഫിലേക്ക് പോയി. അപ്പൊ അതിനോടനുബന്ധിച്ചുള്ള പ്രശ്നങ്ങളാണ് നമ്മൾ ഓരോരുത്തരും ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമുക്കത് വളരെ നിസ്സാരമായിട്ട് പറയുമ്പോൾ വളരെ നിസ്സാരമായിട്ട് തോന്നും. പക്ഷെ അതിന്റെ ദൂരവ്യാപകമായ ഇമ്പാക്റ്റ് ഉള്ളൊരു, നമ്മൾ ഒരു നേരം ഒരു ദിവസം ഒന്ന് അനങ്ങാതിരുന്ന് പോയിട്ടുണ്ടെങ്കിൽ അതിന്റെ പിറ്റേ ദിവസം തന്നെ നമ്മളുടെ ബോഡി വെയിറ്റിൽ അത് റിഫ്ലക്ട് ചെയ്യും എന്ന് പറയുന്നത് ഒരു പരമസത്യമാണ്. ബിക്കോസ് ഞാൻ ആ വെക്കേഷൻ ടൈമിൽ എനിക്ക് ചെറുതായിട്ട് കാലിൽ ചെറിയൊരു പരിക്ക് പറ്റിയിട്ട് ഞാൻ ഒരു 3 ദിവസം എനിക്ക് കാര്യമായ എക്സർസൈസ് ഒന്നും ഇല്ലാതെ അല്ലെങ്കിൽ അനക്കമൊന്നും ഇല്ലാതെ എനിക്കൊന്ന് റെസ്റ്റ് എടുത്തിരിക്കേണ്ടി വന്നു. വെറും 3 ദിവസം കൊണ്ട് 2 കിലോയാണ് വെയിറ്റ് ഇൻക്രീസ് ആയത്. അപ്പോ നമ്മൾക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. ഇപ്പൊ നമ്മുടെ പ്രോഗ്രാമിലൊക്കെ ചെല്ലുമ്പോഴേക്കും നമ്മൾ എപ്പോഴും നിന്നിട്ട്, നമ്മളെ കോച്ചസ് എപ്പോഴും നിന്നിട്ട് ഇടയ്ക്ക് ഒരു ഡാൻസ് സ്റ്റെപ്പ് ഉണ്ട് അല്ലെങ്കിൽ ഒരു എക്സർസൈസ് സ്റ്റെപ്പ് വെറുതെ എഴുന്നേറ്റ് നിന്ന് കൈ കൊട്ടുകയൊക്കെ ചെയ്യും നമ്മളെല്ലാവരും അല്ലെ. പുറത്തുനിന്ന് ഒരു കമ്മ്യൂണിറ്റിയിലുള്ള ആൾക്കാരാണെന്ന് നോക്കുന്നെങ്കിൽ ഇവർക്ക് എന്താ വട്ടാണോ എന്ന് വിചാരിക്കും. പക്ഷെ അതിന്റെ ഒരു ഇമ്പാക്ട് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാക്കുന്ന ഒരു ഇമ്പാക്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ വലുതാണ്. ആ ഓരോ ചെറിയ കയ്യടികളും ഓരോ ചെറിയ എഴുന്നേറ്റ് നിന്നിട്ട് നമ്മൾ ഓഡിറ്റോറിയത്തിൽ ചെയ്യുന്ന ഓരോ ഡാൻസ് സ്റ്റെപ്സും. അപ്പൊ ഇപ്പൊ ഇനി വരുന്ന 22-ാം തീയതി നമുക്ക് ഇനി ഒരു ഗ്യാതറിംഗ് കോച്ചസ് അനൗൺസ് ചെയ്തിട്ടുണ്ട്. ഞാനായിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് പുതിയതായിട്ട് ജോയിൻ ചെയ്തവരുണ്ടെങ്കിൽ അറിയിക്കാൻ വേണ്ടി പറയാണ്. നമ്മളുടെ വെയിറ്റ് ലോസ് പ്രോഗ്രാമില് നമുക്ക് കോച്ചസ് ക്യാഷ് അവാർഡാണ് ഇപ്പോ റണ്ണിങ് ആയിട്ടുള്ളത്. അപ്പൊ ആ ക്യാഷ് അവാർഡ് ആ വിന്നേഴ്സിനെ ഒക്കെ ആദരിക്കുന്ന ഒരു ചടങ്ങാണ് 22-ാം തീയതി. അതിനോടനുബന്ധിച്ചുള്ള കൾച്ചറൽ ഇവന്റ്സും കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി ഓഡിറ്റോറിയത്തിൽ, നമ്മുടെ അസോസിയേറ്റ് അക്കാഡമി ഒക്കെ നടക്കുന്ന ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടാണ്. അപ്പൊ എല്ലാവരും കോച്ചസിനോട് പറഞ്ഞിട്ട് അതിന് പാർട്ടിസിപ്പേറ്റ് ചെയ്യണം എന്നുള്ള കാര്യം കൂടെ ഒന്ന് അറിയിക്കുന്നു. ഓക്കെ, അപ്പോ നമ്മളുടെ ഇന്നത്തെ കർത്തവ്യത്തിലേക്ക് നമുക്ക് കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് നമുക്ക് പോവാം. അപ്പൊ ആദ്യം തന്നെ നമ്മൾ ഇത്രയും നാൾ കഴിച്ച ഇഡ്ഡലിയും ദോശയും പുട്ടും കടലയും എന്തൊക്കെയോ നമ്മൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കഴിച്ചു. അതൊക്കെ പോരെ, എന്തിനാണ് നമ്മളുടെ ഫോർമുല 1 ഹെൽത്തി ന്യൂട്രീഷൻ? അപ്പൊ അവിടെയാണ് നമ്മുടെ ന്യൂട്രീഷന്റെ ഇമ്പോർട്ടൻസ്. ഇപ്പൊ നമ്മളുടെ പ്രോഗ്രാമിൽ എല്ലാവരും വെയിറ്റ് കുറയ്ക്കാൻ വന്നതെന്ന് എന്ന തെറ്റിദ്ധാരണയോടെ ഇരിക്കുന്നവരുണ്ട്. ഇത് അങ്ങനെ ഒരു വെയിറ്റ് ലോസ് പ്രോഗ്രാം മാത്രമല്ല. വെയിറ്റ് ലോസ് എന്ന് പറയുന്നത് വളരെ കുറെ അധികം ആസ്പെക്ട്സിന്റെ ഇടയ്ക്ക് ഒരു ചെറിയൊരു കാര്യം മാത്രമാണ്. നമ്മുടെ പ്രോഗ്രാം അല്ലെങ്കിൽ നമ്മുടെ കമ്പനീന്റെ മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത് ന്യൂട്രീഷൻ, ഗുഡ് ന്യൂട്രീഷൻ പ്രൊവൈഡ് ചെയ്യുക. അപ്പൊ ചോദിക്കും, ഈ ഗുഡ് ന്യൂട്രീഷൻ പച്ചക്കറിയും പാലും മുട്ടയൊക്കെ കഴിച്ചാൽ കിട്ടില്ലേ? കിട്ടില്ല എന്ന് ആരും പറഞ്ഞിട്ടില്ല, കിട്ടും. പക്ഷേ അവിടെയാണ് നമ്മൾക്ക് തെറ്റിപ്പോകുന്നത്. നമ്മൾക്ക് ഡെയിലി വേണ്ട കൃത്യമായ അളവ് എന്തെന്ന് നമുക്കറിയില്ല. ഒരു ശരീരത്തിലെ കൃത്യമായ അളവ് എന്ന് പറഞ്ഞാൽ നമ്മൾ ചിലപ്പോ നഴ്സറി മുതൽ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളിൽ വരെ എഴുതി വെച്ചിട്ടുണ്ട്. നമുക്ക് ഡെയിലി വേണ്ട വൈറ്റമിൻസിന്റെ അളവും മിനറൽസിന്റെയും കാൽഷ്യത്തിന്റെ അളവൊക്കെ എല്ലായിടത്തും എഴുതി വെച്ചിട്ടുണ്ട്. അതിനെ കുറിച്ചൊക്കെ നമുക്ക് ധാരണയുണ്ട്. പക്ഷെ എന്ത് ഫുഡ് കഴിച്ചാലാണ് ഇത് കൃത്യമായ അളവിൽ കിട്ടുന്നത്, എന്ത് ഫുഡ് കഴിക്കുമ്പോഴാണ് ഓവറായി പോകാതെ അല്ലെങ്കിൽ കുറഞ്ഞു പോകാതെയൊക്കെ എന്നതിനെ കുറിച്ച് നമുക്ക് ധാരണയുണ്ടെന്ന് പറഞ്ഞാൽ പോലും അതെങ്ങനെ കഴിക്കണമെന്നോ എങ്ങനെ പ്രിപ്പയർ ചെയ്യണമെന്നോ ഒന്നും നമുക്ക് കൃത്യമായിട്ട് നമുക്കൊരു ധാരണ ഇല്ലാത്ത ആ ഒരു അവസ്ഥയിലാണ് നമ്മുടെ പ്രോഡക്റ്റിന്റെ അല്ലെങ്കിൽ നമ്മുടെ പ്രോഗ്രാമിന്റെ ഇമ്പോർട്ടൻസ്. അപ്പൊ രാവിലെ നമ്മളോട് എല്ലാവരോടും പറഞ്ഞിരിക്കുന്നത് കൃത്യമായ അളവിലുള്ള ഒരു
ഫോർമുല 1ഉം ഷേക്ക് മേറ്റും പ്രോട്ടീനും ഒക്കെ ആഡ് ചെയ്തിട്ട് ഒരു നല്ലൊരു ഹെൽത്തി മീലാണ്. അപ്പോ ആ ഹെൽത്തി മീലിൽ അടങ്ങിയിരിക്കുന്ന വൈറ്റമിൻ എയും വൈറ്റമിൻ സിയും അതുപോലെ തന്നെ പ്രോട്ടീനും ഫൈബറും കാൽഷ്യം അയണും എല്ലാം ഒരു നേരം, ഒരു ദിവസത്തേക്കല്ല, ഒരു നേരം നമ്മൾ അങ്ങനെ കഴിക്കുന്നത് എന്താണ്? ഒരു നേരം, 2 നേരം, അങ്ങനെ ഓരോരോ ഘട്ടം ഘട്ടമായിട്ട് നമ്മൾ കഴിക്കുന്നതിന്റെ കാരണം എന്താണ്? ആഹാരം. ബിക്കോസ് നമ്മൾ മറ്റു ജീവികളെ പോലെയല്ലേ, ഇപ്പൊ മറ്റു പുലിയും സിംഹവും വരുമ്പോ നമുക്ക് അവർക്ക് എപ്പോഴെങ്കിലും കഴിച്ചാൽ മതി ആഹാരം. ആഴ്ചയിൽ ഒരിക്കലൊക്കെ ആഹാരം കഴിച്ചിട്ട്, അതാണ് അവരുടെ ദഹന വ്യവസ്ഥ, അങ്ങനെയാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. പക്ഷെ നമ്മൾ മനുഷ്യരുടെ ദഹന വ്യവസ്ഥ അങ്ങനെയല്ല ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ചെറിയ ചെറിയ കുറച്ചായിട്ട് 3 നേരമായിട്ടൊക്കെ കഴിച്ച് അപ്പോൾ കിട്ടുന്ന ആ ഒരു ന്യൂട്രീഷനിലാണ് നമ്മളുടെ ശരീരം പ്രവർത്തിച്ചു കൊണ്ടുപോകുന്നത്. അപ്പോ നല്ല രീതിയിൽ പ്രവർത്തിക്കും. ഒരു നേരം കിട്ടിയില്ലെങ്കിലും ഒക്കെ പ്രവർത്തിക്കും. പക്ഷെ നല്ല രീതിയിൽ നമ്മളെപ്പോഴും ആക്റ്റീവ്, എനർജറ്റിക്, ഹെൽത്തി, യൂത്ത്ഫുൾ ആയിട്ടിരിക്കണമെങ്കിൽ ആ കൃത്യമായ അളവിൽ കിട്ടുമ്പോഴാണ് നമ്മൾ അങ്ങനെ ചെടിയാണെങ്കിലും അല്ലെ കൃത്യമായ അളവിൽ വാട്ടറും സൺലൈറ്റും ന്യൂട്രിയൻസ് ഒക്കെ കിട്ടുമ്പോഴാണ് അത് നല്ല തളിർത്ത് പൂത്ത് കായ്ച്ചൊക്കെ ഇരിക്കുന്നത്. എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് മനുഷ്യന്റെ കാര്യം. അപ്പൊ അതാണ് നമ്മുടെ ഫോർമുല 1 ന്യൂട്രീഷൻ ഷേക്ക് മിക്സ്. അപ്പൊ അതിനകത്ത് നമുക്ക് വേറെ എന്തൊക്കെയാ നമുക്ക് ആഡ് ചെയ്യാം എന്നൊക്കെ നമുക്ക് കോച്ചസ് പറഞ്ഞു തന്നിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് അതിനെ കുറിച്ചും ഡിസ്കസ് ചെയ്തിട്ടാണ് നമ്മൾ ഇന്ന് മുന്നോട്ട് പോകുന്നത്. അപ്പൊ ബ്രേക്ക്ഫാസ്റ്റ് എന്ന രീതിയിലും കോച്ചിന്റെ സഹായത്തോടെ നമുക്ക് വേണമെങ്കിൽ വെയിറ്റ് ലോസ് ചെയ്യാം, വേണമെങ്കിൽ നമ്മൾക്ക് വെയിറ്റ് ഗെയിൻ ചെയ്യാം, വേണമെങ്കിൽ നമുക്ക് വെയിറ്റ് മെയിൻ്റെനൻസും നടത്താം. അങ്ങനെയുള്ള ഒരു ഫോർമുലേഷൻ ആണ് നമ്മുടെ, അതായത് ഒരു എക്സലന്റ് ബ്രില്യന്റ് ബ്രെയിൻസ് ആണ് അതിനകത്ത് ഫങ്ഷൻ ചെയ്തിരിക്കുന്നത്. ഒറ്റ പ്രോഡക്റ്റ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ പറയുന്ന എല്ലാ ടാസ്കും കോച്ചസിന്റെ സഹായത്തോടെ നമ്മൾ നിർവഹിക്കുന്നത്. അല്ലെങ്കിൽ ചിലപ്പോൾ തെറ്റിദ്ധരിക്കാം, ഇതിനകത്ത് എന്തോ നമ്മുടെ ഫാറ്റിനെ റിഡ്യൂസ് ചെയ്യുന്ന എന്തൊക്കെയോ ഉണ്ട്, ഫാറ്റ് ബേൺ ചെയ്യുന്ന എന്തൊക്കെയോ ഉണ്ട്, നമുക്ക് കെമിക്കൽസ് ഉണ്ടെന്ന് നമുക്ക് തെറ്റിദ്ധരിക്കാം. അപ്പൊ അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് സെയിം ഷേക്ക് നമുക്ക് വെയിറ്റ് ഗെയിൻ ഉപയോഗിക്കാൻ പറ്റുക? അല്ലേ? അവിടെയൊക്കെയാണ് നമ്മൾ സയന്റിഫിക്കലി പ്രോഗ്രാമിനെ കുറിച്ച് മനസ്സിലാക്കണം എന്ന് പറയുന്നത്. നമ്മൾ കഴിക്കുന്നത് ന്യൂട്രീഷൻ, ഫുൾ ആൻഡ് ഫുൾ ന്യൂട്രീഷൻ ആണ്. നമ്മുടെ ശരീരത്തിന് എക്സസ് ആയിട്ട് നമുക്കിപ്പോൾ ഉള്ള ഓരോ 1 കിലോ വെയിറ്റ് നമ്മുടെ ചില ഫാറ്റ് നമ്മുടെ ശരീരത്തുള്ളതിലും 8000 കിലോ കാലോറീസ് ഓഫ് എനർജി അവിടെ കിടപ്പുണ്ട്. അപ്പൊ എനർജി എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്ത് കിടപ്പുണ്ട്. അതിനെ യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടിട്ട് നമുക്ക് വേണമെങ്കിൽ ജിമ്മിൽ പോയിട്ട് വർക്ക്ഔട്ട് ചെയ്യാം, ഓടാം, ചാടാം, പണിയെടുക്കാം, എന്ത് വേണമെങ്കിലും ചെയ്യാം. ഇതൊക്കെ നമുക്ക് ചെയ്യാം. പക്ഷെ ഈ പറയുന്ന ഫാറ്റ് ബേൺ ചെയ്യണമെങ്കിൽ പോലും അവിടെ നമുക്ക് ആവശ്യത്തിന് മറ്റു ന്യൂട്രിയൻസ്, അതായത് ആ ഫാറ്റ് ബേണിംഗ് പ്രോസസ്സ് നടക്കാൻ വേണ്ടിയിട്ടുള്ള വൈറ്റമിൻസും മിനറൽസും, ആ എൻസൈംസ്, ആ ഫാറ്റ് ബേണിംഗ് എൻസൈംസിന് വേണ്ട വൈറ്റമിൻസും മിനറൽസും ഒക്കെ കൃത്യമായ അളവിൽ അവിടെ ഉണ്ടെങ്കിൽ മാത്രമേ ഈ ഫാറ്റ് ബേണിംഗ് അവിടെ നടക്കത്തുള്ളൂ. അതുകൊണ്ടാണ് ചിലരൊക്കെ 1 വർഷമോ 2 വർഷമൊക്കെ ജിമ്മിൽ പോയി എത്ര വർക്കൗട്ട് ചെയ്താലും ഈ പറയുന്ന കുറച്ചൊക്കെ ഒരു 100 ഗ്രാമോ ഒരു 1/2 കിലോ ഒക്കെ കുറയും 1 വർഷം കൊണ്ട്. അത് കഴിഞ്ഞ് വീണ്ടും പഴയ പോലെ തന്നെ അതൊന്ന് നിർത്തിയാല് 2 ദിവസം അത് എന്താണ് നമ്മുടെ വർക്കൗട്ടൊക്കെ ഒന്ന് നിർത്തി കഴിഞ്ഞാൽ വീണ്ടും വെയിറ്റ് ഗെയിൻ ചെയ്യുന്നതിന്റെ റീസൺ അതാണ്. എന്താണ്? അവിടെ ആ കറക്റ്റ് ന്യൂട്രീഷനും കാലോറി ബാലൻസും നടന്നിട്ടില്ല. നമ്മൾ കാലോറി ഡെഫിസിറ്റ് വരുത്തിക്കൊണ്ടാണ്. നോക്കൂ, 220 കാലോറി, 220 മാക്സിമം കാലോറി 250 കാലോറിയാണ് നമ്മുടെ ഷേക്കിൽ അടങ്ങിയിട്ടുള്ളത്. അപ്പൊ രാവിലെയും വൈകിട്ടും നമ്മൾ ഷേക്ക് കഴിക്കുമ്പോൾ ഒരു 500 കാലോറി. ഉച്ചക്കത്തെ നമ്മുടെ ഫുഡ് നല്ലൊരു ഹെൽത്തി മീല്, ചോറോ നമുക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും ആവിയിൽ വെച്ച ഭക്ഷണങ്ങളൊക്കെ നമ്മൾ കഴിക്കുമ്പോൾ ആവശ്യത്തിന് ഫ്രൂട്ട്സും വെജിറ്റബിൾസും പ്രോട്ടീനൊക്കെ ഇട്ട് കഴിക്കുമ്പോൾ ഒരു മാക്സിമം ഒരു 500 കാലോറിയിൽ നിർത്തിയാൽ ടോട്ടൽ കാലോറി ഒരു 1000 കാലോറിയായി. അപ്പൊ ഒരു 2000 കാലോറി ആവശ്യമുള്ള ഒരു വ്യക്തി വെയിറ്റിനനുസരിച്ച്, അല്ലെങ്കിൽ ഒരു 1500 കാലോറി ഡെയിലി ആവശ്യമുള്ള ഒരു വ്യക്തി 1000 കാലോറി മാത്രം നമ്മുടെ ശരീരത്തിൽ കൊടുക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ഓൾറെഡി നമ്മുടെ ശരീരത്തിൽ നിക്ഷേപിച്ചിട്ടുള്ള വെയിറ്റ് എന്ന രീതിയിൽ, അല്ലെ ഫാറ്റ് എന്ന രീതിയിൽ നിക്ഷേപിച്ചിട്ടുള്ള ആ കാലോറികൾ വേണ്ട ന്യൂട്രിയൻസും കൂടെ കൊടുത്തു കഴിയുമ്പോൾ മാത്രമാണ് ആ കാലോറി യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ബേൺ ആവുന്നത്, അല്ലെങ്കിൽ ആ ഫാറ്റിന്റെ രൂപത്തിൽ അടങ്ങിയിരിക്കുന്ന ആ കാലോറി മുഴുവൻ ബേൺ ആവുന്ന ഒരു സാഹചര്യമാണ് നമ്മുടെ പ്രോഗ്രാമിൽ സൃഷ്ടിച്ചു കൊടുക്കുന്നത്. മറ്റേത് നമ്മൾ അങ്ങനെ ഒരു സാഹചര്യം നമ്മൾ ശരീരത്തിന് കൊടുക്കുന്നില്ല. നമ്മൾ ആ ഫാറ്റ് ബേൺ ചെയ്യേണ്ട ഒരു കണ്ടീഷൻ വരുമ്പോഴേക്കും നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ എന്തെങ്കിലുമൊക്കെ ഇൻടേക്ക് ചെയ്തുകൊണ്ടിരിക്കും. നമ്മൾ കൂടുതൽ കാലോറി ഇട്ട് കൊടുത്തുകൊണ്ടിരിക്കും ആമാശയത്തിലേക്ക്. അപ്പൊ ഒരിക്കലും ഉള്ളതിലേക്ക് കൂടുതൽ കൊണ്ട് നിക്ഷേപിച്ചുകൊണ്ടിരിക്കും. നമ്മൾ കൂടുതൽ ഒബീസിറ്റിയിലേക്ക് പോയിക്കൊണ്ടിരുന്നു. ഇപ്പോഴാണെങ്കിൽ നമ്മൾ കാലോറി മാനേജ്മെന്റ് ചെയ്യുമ്പോഴും ശരീരത്തിൽ നിക്ഷേപിക്കപ്പെട്ടിട്ടുള്ള ആ ഫാറ്റ് ഉപയോഗിക്കാൻ ഒരവസരമാണ് നമ്മൾ കൊടുക്കുന്നത് ശരീരത്തിന്. അത്രമാത്രം നമ്മുടെ പ്രോഗ്രാമിൽ നമ്മൾ വെയിറ്റ് ലോസിലൂടെ നമ്മൾ ചെയ്യുന്നുള്ളൂ. നേരെ മറിച്ച് വെയിറ്റ് ഗെയിൻ ആണെങ്കിൽ അവർക്ക് കാലോറി ഡെഫിസിറ്റ് ആണ് അവിടെ ഉള്ളത്. കാലോറി ഇല്ല, ആവശ്യത്തിന് കാലോറി ഇല്ല. അപ്പൊ 2 or 3 ഷേക്ക് ഡെയിലി കൺസ്യൂം ചെയ്തിട്ട്
ബാക്കി അഡീഷണൽ 3 നേരം മറ്റു ആഹാരങ്ങളും കഴിക്കാനായിട്ടാണ് കോച്ചസ് നിർദ്ദേശിച്ചത്. അതായത് ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് അതും കൂടെ സപ്ലിമെന്റ് ചെയ്ത് കൊടുക്കുമ്പോഴേക്കും വെയിറ്റ് സ്വാഭാവികമായിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ഒരു വെയിറ്റ് ഗെയിൻ, അതായത് ഫാറ്റ് അടിഞ്ഞിട്ടുള്ള ഒരു വെയിറ്റ് ഗെയിൻ അല്ല, മസിലും ബോണും ഒക്കെ ഡെവലപ്പ് ചെയ്ത് നല്ല ഭംഗിയായിട്ട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വെയിറ്റ് ഗെയിനുമാണ് ഒരു വ്യക്തിക്ക് സംഭവിക്കുന്നത്. അപ്പൊ അതിന്റെയൊക്കെ നല്ല റിസൾട്ട് എടുത്ത ആൾക്കാർക്കുള്ള ഗിഫ്റ്റുകളും അപ്രീഷിയേഷനും ഒക്കെയാണ് ഈ സൺഡേ നടക്കുന്നത്. അപ്പോൾ നമുക്ക് സൺഡേ അതില് നമുക്ക് കാണാം ആരൊക്കെയാണ് വിന്നർ എന്നുള്ളതൊക്കെ. പിന്നീട് നമ്മുടെ ഇപ്പൊ ഞാൻ ഈ പറഞ്ഞു പോകുന്നത് നമ്മളുടെ പ്രോഗ്രാമിൽ ഈ ലിവർ ഹെൽത്തിനെ സപ്പോർട്ട് ചെയ്യുന്ന പ്രോഡക്ട്സിനെ കുറിച്ച് തന്നെയാട്ടോ ഞാൻ പറഞ്ഞു പോകുന്നത്. ബിക്കോസ് എനിക്കും തെറ്റിദ്ധാരണ ഉണ്ടായിരുന്നു, നമ്മുടെ ഈ പ്രോഡക്റ്റ് ഒക്കെ കഴിച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ ഹസ്ബൻഡിനെ എതിർത്തിരുന്ന ഒരാളാണല്ലോ, കഴിച്ചിട്ടുണ്ടെങ്കിൽ ലിവർ പോകും, ആദ്യം കിഡ്നിയാണ് ഞാനും പറഞ്ഞത്, കിഡ്നി അടിച്ചു പോകും, ലിവർ അടിച്ചു പോകും എന്നൊക്കെയാണ് ഞാനും പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പൊ പക്ഷെ ഇപ്പോഴാണ് ഞാൻ ആലോചിക്കുന്നത് അതിനേക്കാളും എല്ലാം വൈറ്റൽ ആയിട്ടുള്ള ഒരു ഓർഗനാണ് ഹാർട്ട്. ആരും ഹാർട്ട് അടിച്ചു പോകും അല്ലെ ഹാർട്ട് നിന്ന് പോകും ഒരാളും പറയാറില്ല അല്ലെ. സോഷ്യൽ മീഡിയയിലുള്ള നെഗറ്റീവ് കമന്റ്സിൽ പോലും ഷേക്ക് കുടിച്ചാല് ഹാർട്ട് നിന്ന്, ഹാർട്ടിനെ കുറിച്ച് നമ്മൾ ബോധേഡല്ല, നമ്മൾ ലിവറും കിഡ്നിനെ കുറിച്ചാണ് നമ്മൾ ബോധേഡ്. പക്ഷെ നമുക്കറിയാം ലിവർ ആണ് നമ്മുടെ ശരീരത്തിലുള്ള മാലിന്യങ്ങളൊക്കെ അരിച്ചു മാറ്റുന്നത്, അല്ലെങ്കിൽ ഇതൊക്കെ ചെയ്യുന്നത് ലിവറും കിഡ്നിയും കൂടിയാണ് അത് ചെയ്യുന്നത്. നമുക്ക് അറിയാവുന്നതുകൊണ്ടിട്ടാണ് നമ്മൾ അങ്ങനെ പറയുന്നത്, ലിവർ അടിച്ചു പോകും കിഡ്നി അടിച്ചു പോകും. ഓക്കെ, അപ്പൊ അതാണ് രണ്ടാമത്തെ നമ്മൾ കഴിക്കുന്നത്, അല്ലെങ്കിൽ രണ്ടാമത്തെ ഏറ്റവും പ്രൈം ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് നമ്മുടെ അഫ്രഷ് എനർജി ഡ്രിങ്ക്. അഫ്രഷ് എന്ന് പറയുന്നത് പുതിയതായിട്ട് വന്നിരിക്കുന്ന ആൾക്കാർക്ക് വേണ്ടി ഞാൻ പറയാണ്, ടീ തന്നെയാണത്, തേയിലയിൽ നിന്നാണ് അത് നിർമ്മിക്കുന്നത്. അതിനകത്ത് വെയിറ്റ് കുറയ്ക്കുന്നതോ ഫാറ്റ് കൂട്ടുന്നതോ മെറ്റബോളിക് റേറ്റ് കൂട്ടുന്നതോ ആയിട്ടുള്ള ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ഒന്നും അടങ്ങിയിട്ടില്ല. ഇപ്പൊ ചിലരൊക്കെ പലരും ഇതൊക്കെ ആ സോഷ്യൽ മീഡിയയിലൊക്കെ എഴുതി വെച്ചിരിക്കുന്നത് മാൾട്ടോഡെക്സ്ട്രിൻ ഉണ്ട് ഇതിനകത്ത്, അതുണ്ട് ഇതുണ്ടെന്നൊക്കെ പറഞ്ഞ് കുറെ നെഗറ്റീവ് കമന്റ്സ് സ്റ്റേറ്റ്മെന്റ്സ് ഒക്കെ ഉണ്ട്. ഈ പറയുന്ന ഓരോ ഇൻഗ്രീഡിയൻസും നമ്മൾ നിത്യേന നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൽ ഓൾറെഡി ഉള്ളതാണ്. ഈ മാൾട്ടോഡെക്സ്ട്രിൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ചോറ് വെച്ച് അരി വേവിക്കുമ്പോഴേക്കും കഞ്ഞിവെള്ളത്തിലും ചോറിലും ഒക്കെ അടങ്ങിയിട്ടുള്ളതാണ് മാൾട്ടോഡെക്സ്ട്രിൻ. അല്ലെങ്കിൽ സ്റ്റാർച്ച് എന്ന് പറയുന്ന കഞ്ഞിവെള്ളം, അത് കുറെ കൂടെ വെട്ടി തിളച്ച് കഴിയുമ്പോഴേക്കും ചൂടിൽ കിടന്നിട്ട് വരുന്ന അതിന്റെ ഒരു എൻഡ് പ്രൊഡക്റ്റ് ആണ് ഡെക്സ്ട്രിൻ അല്ലെങ്കിൽ മാൾട്ടോഡെക്സ്ട്രിൻ. അത് വിഘടിച്ചതിന് ശേഷമുള്ള കാര്യങ്ങളാണ് ഈ മാൾട്ടോഡെക്സ്ട്രിൻ എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെയുള്ള പ്രിസർവേറ്റീവ്സ്, നാച്ചുറൽ ആയിട്ടുള്ള പ്രിസർവേറ്റീവ്സ് ഒക്കെയാണ് നമ്മുടെ പ്രോഡക്ട്സിൽ സയന്റിസ്റ്റുമാര് പ്രിസർവേറ്റീവ് ആയിട്ടും കട്ട പിടിക്കാതിരിക്കാനും ഒക്കെ ആഡ് ചെയ്തിരിക്കുന്നത്. അപ്പൊ എന്തൊക്കെയാണോ ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുള്ള നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് അതെല്ലാം കവറിൽ ലേബിൾ ചെയ്തിട്ടുണ്ടോ, അതിനെ തെറ്റിദ്ധരിച്ചുകൊണ്ട് ഇത് അതാണ് ഇതാണ്. അല്ലെ കഫീൻ എന്ന് പറയുമ്പോഴേക്കും ആകെ അമ്പലപ്പാണ് ചിലർക്ക്. കാഫീൻ നമ്മൾ നിത്യേന കുടിക്കുന്ന ചായയിലും കാപ്പിയിലും ഒക്കെ ഇതിന്റെ 4 ഇരട്ടി അടങ്ങിയിട്ടുണ്ട്. അഫ്രഷിൽ അടങ്ങിയതിനേക്കാളും 4 ഇരട്ടി അടങ്ങിയിട്ടുണ്ട്. അപ്പൊ ഒരു ദിവസം 4 അഫ്രഷ് വരെ കുടിച്ചാലും ഒരു കോഫി കുടിച്ചാൽ അല്ലെങ്കിൽ ഒരു ചായ കുടിച്ചാൽ എഫക്റ്റേ ആവുന്നുള്ളൂ. അപ്പൊ അഫ്രഷ് പിന്നെ നമുക്ക് പല ഫ്ലേവേഴ്സിലാണ് കമ്പനി ഇറക്കിയിരിക്കുന്നത്. ഓരോ ഫ്ലേവേഴ്സിനും അതിൻ്റെതായ ഇമ്പോർട്ടൻസും ഉണ്ട്, ശരി തന്നെ. എന്നിരുന്നാലും നമ്മുടെ ഗ്രീൻ ടീന് തുല്യമായിട്ടുള്ള ബ്ലാക്ക് ടീ അടങ്ങിയിട്ടുള്ള എന്താണ് നമ്മുടെ ഓറഞ്ച് പീക്കോ ഗ്രീൻ ടീ എക്സ്ട്രാക്ട് എന്ന് പറയും. അതാണ് നമ്മളുടെ മെയിൻ ഇൻഗ്രീഡിയന്റ്. അത് ഹൈലി ആന്റി ഓക്സിഡന്റ് റിച്ച് ആണ്. ആന്റി ഓക്സിഡന്റ് റിച്ച്, ഫൈറ്റോഫിനോൾസ്, ഇതെല്ലാം റിച്ച് ആണ് നമ്മുടെ അഫ്രഷ്. അപ്പോ നമ്മളുടെ ബോഡിയിൽ നമുക്കറിയാം നമ്മൾക്ക് സ്ട്രെസ് മൂലവും കെമിക്കൽസ് മൂലവും ഫ്രീ റാഡിക്കൽസ് മൂലവും ധാരാളം ഓക്സിഡേറ്റീവ് സ്ട്രെസ് ആണ് നമ്മുടെ ബോഡി മെന്റലി ഫിസിക്കലി ഒക്കെ അനുഭവിക്കുന്നത്. അപ്പോൾ ഇതിനെയൊക്കെ ക്ലീൻ ചെയ്യേണ്ടതുണ്ട്. അപ്പൊ അതെല്ലാം ക്ലീൻ ചെയ്യുന്നതിനായിട്ട് സഹായിക്കുന്നത് ആന്റി ഓക്സിഡൻസ് ആണ്. ഫ്രൂട്ട്സും വെജിറ്റബിൾസിലും എല്ലാം അടങ്ങിയിട്ടുണ്ട് ആന്റി ഓക്സിഡൻസും. അതെല്ലാം ഹെൽപ്പ് ചെയ്യുന്നത് നമ്മുടെ ഈ അപ്പൊ അതിനകത്തേക്ക് നമ്മുടെ ആന്റി ഓക്സിഡന്റ് റിച്ച് ഗ്രീൻ ടീ വളരെയധികം കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു. അപ്പൊ ചിലർ ചോദിക്കും കുട്ടികൾക്ക് കൊടുക്കാം. ചായ കുടിക്കുന്ന കുട്ടികളാണെങ്കിൽ ധൈര്യമായിട്ട് നമ്മുടെ അഫ്രഷും കൊടുക്കാം. ഓക്കെ, നെക്സ്റ്റ് നമ്മൾക്ക് എല്ലാവർക്കും ഭയമുള്ള ഒരു കാര്യമാണ് പ്രോട്ടീനെ കുറിച്ച്. പ്രോട്ടീനെ കുറിച്ച് വളരെയധികം തെറ്റിദ്ധാരണകൾ ഉള്ളതാണ് അല്ലെ. പ്രോട്ടീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എന്തൊക്കെയോ ആണ് എന്നുള്ളൊരു തെറ്റിദ്ധാരണയാണ്. പ്രോട്ടീൻ എന്ന് പറയുന്നത് നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ നിത്യേന നമ്മുടെ ശരീരത്തിൽ പൂർണ്ണ വളർച്ച എത്തിയാലും വളർച്ച എത്തിയിട്ടില്ലെങ്കിലും ഒക്കെ, വളർച്ച എത്താത്ത ആൾക്കാർക്ക് കൂടുതൽ അളവിൽ വേണം, ഡെയിലി ബേസിസിൽ നമുക്ക് വേണ്ട ഒരു ഭക്ഷണ ഇൻഗ്രീഡിയന്റ് അല്ലെ ഒരു ഫുഡ് ഇൻഗ്രീഡിയന്റ് തന്നെയാണ് പ്രോട്ടീൻ. അപ്പൊ പ്രോട്ടീൻ നമ്മളുടെ ബ്ലഡ് മുതല് ബ്ലഡും മസിൽസും ബോൺസും ടീത്തും ഇന്റേണൽ ഓർഗൻസും നമ്മുടെ തലമുടിയും സ്കിന്നും എല്ലാത്തിലും പ്രോട്ടീനാണ് അടങ്ങിയിരിക്കുന്നത്. അപ്പൊ ഇതെല്ലാം ഡേ ടു ഡേ ലൈഫിൽ ഇതെല്ലാം ഡെയിലി ബേസിസിൽ ഇതിലെല്ലാം ടേൺ ഓവർ സംഭവിക്കുന്നുണ്ട് ഇല്ലേ. മുടിയൊക്കെ നമ്മുടെ കുഴിഞ്ഞു പോകുമ്പോ പുതിയ മുടിയൊക്കെ തലയിലൊക്കെ കിളിർക്കണം. അപ്പൊ അതിനൊക്കെ നമ്മൾ പ്രോട്ടീൻ കഴിച്ചേ പറ്റുള്ളൂ. അപ്പൊ ചോദിക്കും സാധാരണ ഫുഡിലില്ലേ? സാധാരണ ഫുഡിലുണ്ട്, പക്ഷെ അതിനകത്ത് ക്വാളിറ്റി ഓഫ് പ്രോട്ടീൻ ആണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. വെജിറ്റേറിയൻ സോഴ്സും കൂടി ആണെങ്കിൽ കുറച്ചും കൂടെ നല്ലത്.
അപ്പോൾ അതിനുവേണ്ടി നമ്മൾക്ക് കമ്പനി ഡിസൈൻ ചെയ്ത് തന്നിരിക്കുന്നത് സോയാബീനിൽ നിന്നുള്ള പേഴ്സണലൈസ്ഡ് പ്രോട്ടീൻ ആണ്. പേഴ്സണലൈസ്ഡ് പ്രോട്ടീൻ സോയാബീൻ. അപ്പൊ സോയാബീൻ നമ്മുടെ നാട്ടിൽ കിട്ടില്ല തന്നെയായിരിക്കും, അപ്പൊ കിട്ടും. പക്ഷെ ഇത് കൾട്ടിവേറ്റ് ചെയ്തിരിക്കുന്നത് വളരെ ഓർഗാനിക് ആയിട്ട്, ഒട്ടും തന്നെ കെമിക്കൽസോ പെസ്റ്റിസൈഡ്സോ ഒന്നും യൂസ് ചെയ്യാത്ത വിധത്തില് ഒരു പ്രത്യേക കർഷകരെ ഏൽപ്പിച്ചിട്ട്, US-ലുള്ള കർഷകരെ ഏൽപ്പിച്ചിട്ടാണ് നമുക്ക് വേണ്ടി കമ്പനി ഡിസൈൻ ചെയ്ത് തന്നിരിക്കുന്നത്. അല്ലാതെ എറണാകുളം മാർക്കറ്റിൽ കിട്ടിയില്ലെങ്കിൽ എന്നാൽ മദ്രാസിൽ പോയി എടുത്ത എന്താണ് പേഴ്സണലൈസ്ഡ് അല്ല സോയാബീൻ ആണ്, അങ്ങനെയല്ല. അപ്പോൾ അവിടെയാണ് നമ്മുടെ പ്രോഡക്ട്സിന്റെ ക്വാളിറ്റി, അതിലാണ് കിടക്കുന്നത്. ഓരോ ഇൻഗ്രീഡിയന്റ് അതിന്റെ നമ്മൾ ആ വെൽനസ് സെമിനാറിൽ നമ്മൾ കാണുമ്പോൾ നമുക്കറിയാം, സീഡ് ടു ഫീഡ് എന്ന് പറയുന്ന ഒരു വീഡിയോ ഉണ്ട്. അപ്പൊ അതിനകത്ത് സീഡ് മുതൽ അത് പ്ലാന്റ് ചെയ്തിരിക്കുന്ന കൃഷി ചെയ്യുന്ന ആ കൃഷിയുടെ മുതൽ നമ്മുടെ കയ്യിൽ ഷേക്കിന്റെ രൂപത്തിൽ എത്തുന്നത് വരെ അത്രയും സൂക്ഷ്മമായിട്ടാണ് ഓരോ പ്രോഡക്റ്റും കമ്പനി നമുക്ക് മാനുഫാക്ചർ ചെയ്ത് തന്നിരിക്കുന്നത്. സെക്കൻഡ് ഒരു പ്രോഡക്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ആക്റ്റീവ് ഫൈബർ കോംപ്ലക്സ് ആണ്. ഷേക്കിലൊക്കെ ആക്റ്റീവ് ഫൈബർ കോംപ്ലക്സ്, ചിലർ വിചാരിക്കും ഇതൊക്കെ ബ്ലഡ് റിസൾട്ട്സ് ഒക്കെ അബ്നോർമൽ ആയിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ളതല്ലേ എന്ന്. അങ്ങനെയൊന്നുമില്ല, ആർക്ക് വേണമെങ്കിലും ഫൈബർ ഇൻക്ലൂഡ് ചെയ്തിട്ട് കഴിക്കാം. ബിക്കോസ് നമുക്ക് ഡേ ടു ഡേ ലൈഫിൽ നമുക്കൊരു 35 മുതൽ 40 ഗ്രാം 45% വരെ അല്ലെ 40 ഗ്രാം വരെ പ്രോട്ടീൻ നമുക്ക് ആവശ്യമുണ്ട്, അല്ലെ ഫൈബർ നമുക്ക് ആവശ്യമുണ്ടെന്നിരിക്കെ നമ്മൾക്ക് അത് സപ്ലിമെന്റ് ചെയ്ത് കൊടുത്താൽ കുറെ കൂടെ നമ്മുടെ ബോഡി നന്നായിട്ട് ഫങ്ഷൻ ചെയ്യും. ഒരു ചൂലിന്റെ ധർമ്മമാണ് ഫൈബർ നിർവഹിക്കുന്നത്. ശരീരത്തിൽ എക്സസ് ആയിട്ട് എത്തിയിട്ടുള്ള കൊഴുപ്പിനെയും മാലിന്യങ്ങളെയും ഒക്കെ തൂത്ത് കളയുക എന്നുള്ള, അല്ലെങ്കിൽ ബ്ലഡിലെ ഷുഗർ ലെവലും കൊളസ്ട്രോൾ ലെവലും ഒക്കെ സോല്യൂബിൾ ആയിട്ടുള്ള ഫൈബേഴ്സ് ഉണ്ട്, ഇൻക്രീസ് ചെയ്യാതിരിക്കുക എന്നൊക്കെ ഉള്ള ധർമ്മമാണ് ഫൈബർ നമുക്ക് വേണ്ടി ചെയ്യുന്നത്. ഈ ആക്റ്റീവ് ഫൈബർ കോംപ്ലക്സ് പച്ചക്കറികളിൽ നിന്നുള്ള ഫൈബേഴ്സിൽ നിന്നാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. നമുക്ക് ഫ്ലേവേർഡ് അല്ല. ഫോറിൻ കൺട്രീസിലൊക്കെ ഇത് ആപ്പിൾ ഫ്ലേവറിലൊക്കെ ഉള്ളതായിട്ട് ഞാൻ കണ്ടായിരുന്നു വെബ്സൈറ്റിൽ. നമുക്ക് ഫ്ലേവേർഡ് അല്ല. നമ്മുടെ ഇന്ത്യയിൽ നമുക്ക് അവൈലബിൾ ഫ്ലേവേർഡ് അല്ല. പ്രത്യേകിച്ച് വാസനയോ ടേസ്റ്റോ ഒന്നുമില്ല, ഒരു റോ ആയിട്ടുള്ള ഒരു പൗഡറാണ്. അപ്പൊ നമുക്ക് ഷേക്കിലൊക്കെ ആഡ് ചെയ്തോ, ഷേക്കിലോ ഒമേഗ ടീയിലോ ഒക്കെ ആഡ് ചെയ്തിട്ട് നമുക്ക് ഫൈബർ നമുക്ക് കഴിക്കാം. പിന്നെ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള, ഞാൻ പറഞ്ഞു, നമുക്ക് നമ്മുടെ ഇമ്മ്യൂണിറ്റി പവറിനെ ഏറ്റവും കൂടുതൽ ബൂസ്റ്റ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു പവർഫുൾ ഓർഗൻ നമ്മുടെ ലിവറാണ്. അപ്പൊ ലിവറിനെ ഹെൽപ്പ് ചെയ്യുന്ന എന്താണ്, നമ്മുടെ ഗട്ട് ബാക്ടീരിയയ്ക്കും വളരെയധികം ഇമ്പോർട്ടന്റ് റോൾ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മളുടെ സിംപ്ലി പ്രോബയോട്ടിക്, നമ്മൾ കഴിക്കുന്ന ഫുഡ് അഡൾട്ടറേറ്റഡ് ആണെങ്കിൽ, അല്ലെങ്കിൽ ഹെൽത്തി അല്ലാത്ത ഫുഡൊക്കെയാണ്. ഇന്നലെ നമ്മൾ ന്യൂസിൽ ടിവിയിൽ ഒരു ന്യൂസ് കണ്ടു, ഒരു പൊറോട്ട മോഷ്ടിച്ചൊരു കള്ളൻ, അതായത് പുള്ളി ഒരു കള്ളനാണ്. ആ കള്ളനെ തെളിവെടുപ്പിന് കൊണ്ടുവന്ന ഹോട്ടലിൽ ചെന്നപ്പോഴേക്കും കള്ളൻ അവിടെ പൊറോട്ട ഉണ്ടാക്കുന്നു. അപ്പൊ കള്ളൻ പോലീസിനോട് പൊറോട്ട വേണം എന്ന് ആവശ്യപ്പെട്ടിട്ട് ഉടനെ തന്നെ കള്ളന് പൊറോട്ടയും ബീഫൊക്കെ അറേഞ്ച് ചെയ്ത് കൊടുത്ത ഒരു കോമഡി ന്യൂസ് നമ്മൾ ഇന്നലെ കണ്ടായിരുന്നു. നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ നമ്മുടെ കോച്ചസ് നമ്മളോട്, പ്രത്യേകിച്ച് നമ്മുടെ ടീം ലീഡർ രാജ്കുമാർ സാർ പറയുന്നത്, പൊറോട്ട എന്ന് പറയുന്ന ഒരു ആഹാരം ഉണ്ടെങ്കിൽ അത് മണ്ണിൽ പോലും ഇടരുതെന്നാണ് പറയുന്നത്. ആഹാരമായിട്ട് കഴിക്കണം എന്നല്ല, മണ്ണിൽ പോലും ഇടാൻ പാടില്ലാത്തൊരു ആഹാര വസ്തുവാണ് പൊറോട്ട. ബിക്കോസ് വളരെയധികം കെമിക്കൽസ് ഒക്കെയാണ് പൊറോട്ടയും ബേക്കറി ഐറ്റംസും കെമിക്കൽസ് ഒക്കെയാണ് മൈദയുടെ ഒക്കെ പ്രോസസ്സിങ്ങിൽ, പഞ്ചസാരയുടെയും മൈദയുടെ ഒക്കെ പ്രോസസ്സിങ്ങിൽ ഉപയോഗിക്കുന്നത്. അതൊക്കെ നമ്മുടെ ഇന്റേണൽ ഓർഗൻസിനെ വളരെയധികം ഹാം ചെയ്യുന്നത്. ഒറ്റ ദിവസം കൊണ്ടല്ല, ഇഞ്ചിഞ്ചായിട്ടാണ് നമ്മളെ കാർന്ന് തിന്നുകൊണ്ടിരിക്കുന്നതൊക്കെ. അപ്പൊ നമ്മൾ ഇങ്ങനെയുള്ള നെഗറ്റീവ് ആയിട്ടുള്ള ആഹാര സാധനങ്ങളൊക്കെ കഴിക്കുമ്പോഴേക്കും സ്വാഭാവികമായിട്ടും നമ്മുടെ ഇന്റേണൽ ഗട്ടിലുള്ള ബാക്ടീരിയക്ക് ഒരു ഇംബാലൻസ് വരും. ഗുഡ് ബാക്ടീരിയക്ക് പകരം ബാഡ് ബാക്ടീരിയയുടെ വളർച്ചയാണ് നമ്മൾ അവിടെ പ്രോത്സാഹിപ്പിച്ചു കൊടുക്കുന്നത്. 1 മിനിറ്റ്. അപ്പൊ ഈ ബാഡ് ബാക്ടീരിയ എല്ലാം കൂടെ എന്താ ചെയ്തത്, നമ്മുടെ ഇമ്മ്യൂണിറ്റിനെ സ്ലോലി അത് ഡിഗ്രേഡ് ചെയ്യും. അപ്പൊ കരൾ എത്രയൊക്കെ തന്നെ ഇമ്മ്യൂണിറ്റി പവർ ഇംപ്രൂവ് ചെയ്യാനായിട്ട് എന്താണ് നമ്മുടെ ഇമ്യൂണോഗ്ലോബുലിൻസും അല്ലെങ്കിൽ ആൽബുമിനും ഒക്കെ ബ്ലഡിലെ പ്രോട്ടീൻസ് ഒക്കെ സിന്തസൈസ് ചെയ്തു എന്ന് പറഞ്ഞാലും, ഇവിടെ ഈ ശത്രു കീടാണുക്കൾ നമ്മുടെ ഇൻറ്റസ്റ്റൈനിൽ അല്ലെങ്കിൽ കട്ടിലുള്ളിടത്തോളം ലിവർ എത്ര കടന്ന് പരിശ്രമിച്ചിട്ടും കാര്യമില്ല, ലിവറിന്റെ പരിശ്രമങ്ങളൊക്കെ വൃദ്ധായി പോകും. അപ്പൊ അതുകൊണ്ട് തന്നെ ഗുഡ് ബാക്ടീരിയ കൊടുക്കേണ്ടതിന്റെ ഇമ്പോർട്ടൻസ് സൂചിപ്പിക്കുന്നതാണ് നമ്മുടെ ഏറ്റവും നല്ലൊരു പ്രോഡക്റ്റ് ആണ് സിംപ്ലി പ്രോഡക്റ്റ്. കൊച്ചു കുട്ടികൾക്ക്, 2 വയസ്സുള്ള കുട്ടികൾക്ക് മുതൽ ഏറ്റവും പ്രായമുള്ള ആർക്കും നമുക്ക് ഓരോ സാഷ വീതം നമുക്ക് ഡെയിലി കൺസ്യൂം ചെയ്യാവുന്നതാണ്. പിന്നെ നേരത്തെ ഞാൻ ഫൈബറിന്റെ കാര്യം പറഞ്ഞതുപോലെ തന്നെ ഇപ്പൊ ഞാൻ പറയുന്നത് നമ്മൾ ബീറ്റാ ഹാർട്ടിനെ കുറിച്ചാണ്. ബീറ്റാ ഹാർട്ട് എന്ന് പറയുന്നത് ഓട്ട് ബീറ്റാ ഗ്ലൂക്കാൻ. ഇപ്പൊ മെഡിക്ലെയിമുള്ള ഏക പ്രോഡക്റ്റ് ആണ് ബീറ്റാ ഹാർട്ട്. ബീറ്റാ ഹാർട്ട് ഇപ്പൊ എന്റെ ഹസ്ബൻഡ് ഒക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ബീറ്റാ ഹാർട്ട് ഒക്കെ ഇൻക്ലൂഡ് ചെയ്തപ്പോഴാണ് അദ്ദേഹത്തിന് നല്ല എക്സലന്റ് റിസൾട്ട് കൊളസ്ട്രോളിന്റെ കാര്യത്തിൽ കിട്ടിയത്. ഇപ്പൊ ബീറ്റാ ഹാർട്ട് കൂടുതൽ പറഞ്ഞിരിക്കാനുള്ള ടൈം നമുക്കില്ല, എന്നാലും ബീറ്റാ ഹാർട്ട് എന്ന് പറയുന്ന ആ ഒരു സാഷെ
നമ്മൾ ഷേക്കിന്റെ രൂപത്തിൽ നമ്മൾ ഷേക്കിലോ അല്ലാതെയോ വാട്ടറിൽ കുടിക്കാൻ ഇച്ചിരി വെറുതെ വാട്ടറിൽ കുടിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. ഷേക്കിൽ ആഡ് ചെയ്ത് കഴിക്കുവാണെങ്കിൽ നമ്മളുടെ ശരീരത്തിൽ എത്തിപ്പെട്ട മറ്റു ആഹാരത്തിലൂടെ എത്തിപ്പെട്ട കൊളസ്ട്രോളിനെയും ബാഡ് ഫാറ്റിനെയും ഒക്കെ ശരീരത്തിൽ നിന്ന് വലിച്ച് എടുത്ത് ഫീക്കസിലൂടെ മോഷനിലൂടെ പുറന്തള്ളാനായിട്ടൊക്കെ സഹായിക്കും. അതുപോലെ തന്നെ നമ്മുടെ കരള് സ്വാഭാവികമായിട്ടും കാർബോഹൈഡ്രേറ്റ് നമ്മൾ ഈ കഴിക്കുന്ന കൂടുതൽ കാർബോഹൈഡ്രേറ്റ് നമ്മൾ എനർജി ആയിട്ട് എക്സർസൈസ് ചെയ്തോ അധ്വാനിച്ചോ കളഞ്ഞില്ലെങ്കിൽ അതെല്ലാം കൊഴുപ്പായിട്ടാണ് അടിയുന്നത്. അപ്പൊ കൊഴുപ്പായിട്ട് അടിയുമ്പോൾ കാർബോഹൈഡ്രേറ്റും ട്രൈഗ്ലിസറൈഡും ഒക്കെ ആയിട്ടാണ് സ്റ്റാർച്ച് കൺവേർട്ട് ആവപ്പെടുന്നത്. അപ്പൊ ഈ കൺവേർട്ട് ആയതിൽ ഈ ലിവർ കിടന്നുകൊണ്ട് അമിതമായിട്ട് വർക്ക് ചെയ്ത് രാത്രി നമ്മൾ ഉറങ്ങുമ്പോഴൊക്കെ കിടന്നിട്ട് വർക്കിംഗ് ആണ്. ഇങ്ങനെ വർക്ക് ചെയ്ത് ലിവറിന്റെ എല്ലാം കഴിവൊക്കെ അല്ലെങ്കിൽ ലിവറിൽ തന്നെ ഈ ഫാറ്റ് എല്ലാം അടിഞ്ഞിട്ട് ലിവറിന്റെ കഴിവെല്ലാം നഷ്ടപ്പെട്ടായിരിക്കും ഇരിക്കുന്നത്. അപ്പൊ ആ ലിവർ സിന്തസൈസ് ഇപ്പൊ നമ്മൾ സ്റ്റാറ്റിൻ ഡ്രഗ്സ് ഒക്കെ കൊളസ്ട്രോൾ കുറയ്ക്കാനായിട്ട് കഴിക്കുമ്പോൾ അതെല്ലാം ലിവറിനെ അഡ്വേഴ്സ്ലി ആണ് എഫക്ട് ചെയ്യുന്നത്. നമ്മളൊരു ബ്ലഡ് റിസൾട്ട് അബ്നോർമൽ ആയി എന്ന് പറഞ്ഞ് നമ്മളൊരു മെഡിസിൻ നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുമ്പോൾ അടുത്ത അവയവത്തിന്റെ അത് നമ്മുടെ നിത്യേനയുള്ള നമ്മുടെ കുടുംബത്തും നമ്മുടെ സൊസൈറ്റിയിലൊക്കെ നമ്മൾ പലരെയും കണ്ടിട്ടുണ്ട്. ഒരു അസുഖത്തിൽ നിന്ന് പിന്നീട് അത് മറ്റു അവയവങ്ങളെയൊക്കെ അഫക്ട് ചെയ്ത് അവസാനം ആള് മരണപ്പെടുന്ന ഒരു അവസ്ഥയിലേക്കാണ്. നമ്മൾ ലൈഫ് ഒന്ന് നീട്ടിക്കൊണ്ടു പോകാൻ പറ്റും, പക്ഷെ അതൊരു ഹെൽത്തി ലൈഫിലൂടെയല്ല നമ്മൾ പോകുന്നത്. അവിടെയാണ് നമ്മളുടെ പ്രോഗ്രാമിന്റെയും പ്രോഡക്ട്സിന്റെയും ഇമ്പോർട്ടൻസ്. അപ്പോ ബീറ്റാ ഹാർട്ട് മെഡിക്ലെയിം ഉള്ള ഒരു പ്രോഡക്റ്റ് ആണെങ്കിൽ പോലും വളരെ കൃത്യമായിട്ടുള്ള ഡയറ്റ് പ്ലാൻ പാലിച്ചിട്ട് തന്നെയാണ് നമ്മൾക്ക് റിസൾട്ട് കിട്ടുള്ളൂ. ബിക്കോസ് എന്റെ ഒരു ക്ലയന്റ് അദ്ദേഹം അണ്ടർ വെയിറ്റ് ആയിരുന്നു, പക്ഷെ ഹൈ കൊളസ്ട്രോൾ ഉള്ള ആളായിരുന്നു. ഈ കൊളസ്ട്രോൾ ഉള്ള ആള് വളരെയധികം നമുക്കറിയാം കേരളത്തില് ധാരാളം നമുക്ക് തേങ്ങ ഇല്ലാതെ നാളികേരം ഇല്ലാതെ നമ്മൾ ഒരു ആഹാരവും കഴിക്കില്ല. അപ്പൊ അവര് ഉച്ചയ്ക്കുള്ള ആഹാരത്തിലൊക്കെ ധാരാളം തേങ്ങയോ ഇതൊക്കെ ഇട്ടിട്ടാണ്. വെയിറ്റ് ഗെയിൻ ആയതുകൊണ്ട് 3 ടൈം ആഹാരം കഴിക്കാം. അപ്പൊ ട്രൈഗ്ലിസറൈഡ് കൂടുതലുള്ള ഒരു ആഹാരമാണ് കഴിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ ബീറ്റാ ഹാർട്ട് കഴിച്ചിട്ടും അദ്ദേഹത്തിന്റെ ബ്ലഡ് റിസൾട്ട് പോരാത്തതിന് ഇടയ്ക്കൊക്കെ പോയിട്ട് പുറത്തുനിന്നൊക്കെ സ്നാക്സ് കഴിക്കുന്ന ഒരു ശീലം കൂടി ഉണ്ടായിരുന്നു അണ്ടർ വെയിറ്റ് ആയതുകൊണ്ട്. അപ്പൊ എന്താ സ്വാഭാവികമായിട്ട് സംഭവിച്ചെന്ന് വെച്ചാൽ ബീറ്റാ ഹാർട്ട് 1 മന്ത് കഴിച്ചിട്ട് റിസൾട്ട് കിട്ടിയില്ല. എന്നിട്ട് പ്രോഡക്റ്റിനെ കുറ്റപ്പെടുത്തി. അപ്പോൾ നമ്മൾ ഫുൾ റിവ്യൂ എടുത്തപ്പോഴാണ് അദ്ദേഹം ഇങ്ങനെയൊക്കെയാണ് തേങ്ങയൊക്കെ ധാരാളം അടങ്ങിയ ആഹാരമൊക്കെയാണ് കഴിച്ചിരുന്നത്. അപ്പൊ ഇപ്പൊ നമ്മൾ നിർദ്ദേശിച്ചു തേങ്ങയൊക്കെ കഴിക്കണമെന്ന് നിർബന്ധമാണെങ്കിൽ മൂപ്പില്ലാത്ത തേങ്ങാപ്പാല് നമുക്ക് പിഴിഞ്ഞെടുക്കാൻ പറ്റുന്ന വിധത്തിലുള്ള ട്രൈഗ്ലിസറൈഡ് ഒന്നും അത് ഈ എണ്ണയാട്ടുന്ന വിധത്തിലുള്ള തേങ്ങയല്ല, മൂപ്പ് കുറഞ്ഞിട്ടുള്ള ഒരു തേങ്ങയൊക്കെ ഉപയോഗിച്ചിട്ടൊക്കെ പ്രിപ്പയർ ചെയ്ത് കഴിച്ചാൽ നമുക്ക് കറക്റ്റ് റിസൾട്ട് ഒക്കെ എടുക്കാൻ പറ്റും എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം ആ രീതിയിലേക്ക് ആയപ്പോഴേക്കും ബീറ്റാ ഹാർട്ടും കറക്റ്റ് ആയിട്ട് അവിടെ ഫംഗ്ഷൻ ചെയ്തു. അപ്പൊ കോച്ചസ് പറയുന്ന മറ്റു നിർദ്ദേശങ്ങൾ കൃത്യമായിട്ട് പാലിച്ചുകൊണ്ട് തന്നെ വേണം നമ്മൾ പ്രോഡക്ട്സ് എല്ലാം ഉപയോഗിക്കാൻ. അല്ലെങ്കിൽ റിസൾട്ട് കിട്ടിയില്ലെങ്കിൽ പ്രോഡക്റ്റിനെ കുറ്റം പറയുക എന്നുള്ളതേ ഉള്ളൂ. ഓക്കെ, അപ്പൊ അതാണ് ഭൂരിഭാഗം ആൾക്കാർക്കും പറ്റുന്നത്. പറയുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് പാലിക്കുക, നിങ്ങൾ എക്സലന്റ് റിസൾട്ടിൽ പുറത്തിറങ്ങും. പിന്നീടുള്ള മറ്റൊരു ലിവർ ഹെൽത്തി ഫുഡ് ഇൻഗ്രീഡിയന്റ് എന്ന് പറയാൻ നമ്മുടെ ഒമേഗ 3 തന്നെയാണ്. അതായത് ഹെർബ ലൈഫ് ലൈൻ ടാബ്ലറ്റ്സ് ഒമേഗ 3 റിച്ച് ആണ്. എസെൻഷ്യൽ ഫാറ്റി ആസിഡ്സ് ആയിട്ടുള്ള EPA ഈക്കോസ പെന്റനോയിക് ആസിഡ്, ഡോക്കോസ ഹെക്സനോയിക് ആസിഡ് എന്നീ എസെൻഷ്യൽ ഒമേഗ 3 ഫാറ്റി ആസിഡ്സ് തന്നെയാണ് ഇതെല്ലാം. ഇപ്പൊ നമ്മുടെ നെർവസ് സിസ്റ്റത്തിനും നമ്മുടെ ബ്രെയിൻ ഫംഗ്ഷനും നമ്മുടെ ഹാർട്ട് ഫംഗ്ഷനും എല്ലാം വളരെയധികം ഇമ്പോർട്ടൻ്റ്. അപ്പൊ ഈ പറഞ്ഞ ബീറ്റാ ഹാർട്ടും ഹെർബ ലൈഫ് ലൈനും നൈറ്റ് വർക്സും എല്ലാം ഹാർട്ട് ഹെൽത്ത് പ്രോഡക്ട്സ് ആണെങ്കിലും ഓഫ് കോഴ്സ് നമ്മുടെ ലിവറിനും ബ്ലഡ് വാസ്കുലർ സിസ്റ്റത്തിനും ഒക്കെ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ബ്രെയിൻ ഹെൽത്തിനും ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ ഒമേഗ 3. നെക്സ്റ്റ് എന്ന് പറയുന്നത് നൈറ്റ് വർക്സ്. ഓവറോൾ നൈറ്റ് വർക്സിന്റെ ഒരു ധർമ്മം എന്ന് പറയുന്നത് നൈട്രിക് ഓക്സൈഡിന്റെ ലെവൽസ് രാത്രിയിൽ നമുക്ക് താണുപോകാൻ സാധ്യതയുള്ളത് കൊണ്ട് അതിന്റെ ലെവൽസ് ഇൻക്രീസ് ചെയ്യുന്ന വിധത്തിലുള്ള ആർജിനിൻ റിച്ച് ഫുഡ്. ഇതാണ് നമ്മുടെ സയന്റിസ്റ്റ് ലൂയി ജി ഗിനാരോ ഫോമുലേ അദ്ദേഹത്തിന്റെ 40 വർഷത്തെ റിസർച്ച് ഹെർബലൈഫ് ന്യൂട്രീഷന് വേണ്ടിയിട്ട് അദ്ദേഹം പ്രൊവൈഡ് ചെയ്തപ്പോൾ നൈറ്റ് വർക്സ് എന്ന് പറയുന്ന ഈ ഫോമുലേഷനിലാണ് അദ്ദേഹം അത് ഈ ഫുഡ് ഡിസൈൻ ചെയ്തതിലെ മെയിൻ ആള് നമ്മുടെ ലൂയി ജി ഗിനാരോ ആണ്. അപ്പൊ നൈറ്റ് വർക്സും ഇപ്പൊ ബ്ലഡ് സർക്കുലേഷൻ ഓവറോൾ ബ്ലഡ് സർക്കുലേഷനും ഒക്കെ നമുക്ക് എൻഹാൻസ് ചെയ്യുന്നത് കൊണ്ട് നൈറ്റ് വർക്സും വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ കോച്ചിന്റെ നിർദ്ദേശത്തോടെ നൈറ്റ് വർക്സും നമ്മൾക്ക് ഇൻക്ലൂഡ് ചെയ്യാവുന്നതാണ്. അതായത് ഹാർട്ടിന് പ്രോബ്ലം ഉള്ളവർ മാത്രമേ നൈറ്റ് വർക്സ് കഴിക്കാൻ പാടുള്ളൂ എന്നൊന്നുമില്ല. ഓക്കെ, നെക്സ്റ്റ് ഒരു സാൽമണിന്റെ പടമാണ് കേട്ടോ. ഒമേഗ 3 കുറിച്ച് കാണിക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഇട്ടെന്നുള്ളൂ. സാൽമൺ ഫിഷ് നമ്മുടെ നാട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള ഫിഷ് അല്ല സാൽമൺ ഫിഷ്. സാൽമൺ എന്ന് പറയുന്നത് വിദേശ അമേരിക്ക, അലാസ്ക സ്ഥലത്തൊക്കെ ഉള്ള ഒരു ഫിഷാണ് സാൽമൺ. മൈഗ്രേഷൻ കാണിക്കുന്ന കടലിൽ ജീവിക്കുകയും പ്രജനന കാലത്ത് ഫ്രഷ് വാട്ടറിലേക്ക് വരുന്ന ഒരു ഫിഷാണ്. അപ്പൊ എന്താണ് അതിന്റെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ഒമേഗ 3 റിച്ച് ആണ്, കൾട്ടിവേറ്റ് ചെയ്യാൻ എളുപ്പമാണ്. ഇപ്പൊ ഇപ്പൊ ചിലർ പറയും മറൈൻ കണ്ടീഷനിൽ കൾട്ടിവേറ്റ് ചെയ്യുന്നു, ആർട്ടിഫിഷ്യൽ ഓഷ്യൻ അല്ല സത്യത്തിൽ അത്. അതുപോലെയുള്ള കണ്ടീഷൻ അക്വാകൾച്ചർ ഫാമേഴ്സ് അതിനെ കൊടുത്തുകൊണ്ട് വളരെയധികം ഓർഗാനിക്കലി എന്ന് തന്നെ പറയാം, അല്ലെങ്കിൽ മറ്റു അക്വാകൾച്ചർ ഫാംസിൽ യൂസ് ചെയ്യുന്ന പോലെയുള്ള ആന്റിബയോട്ടിക്സും
ഹോർമോൺസ് ഒന്നും യൂസ് ചെയ്യാതെ കൾട്ടിവേറ്റ് ചെയ്തെടുക്കുന്നത് കൊണ്ട് തന്നെ നമ്മുടെ പ്രോഡക്റ്റ് എക്സലന്റ് പ്രോഡക്റ്റ് ക്വാളിറ്റിയിലാണ് നമുക്ക് നമ്മുടെ കയ്യിലേക്ക് എത്തുന്നത്. ഓക്കെ, അപ്പൊ അതാണ് നമ്മുടെ omega-3. അതുപോലെ തന്നെ സ്കിൻ ബൂസ്റ്ററും നമ്മുടെ ഫിഷ് കൊളാജനിൽ നിന്ന് തന്നെയാണ് നിർമ്മിക്കുന്നത്. ഓക്കെ, പിന്നീടുള്ള നമ്മൾ ഡെയിലി ന്യൂട്രീഷനിൽ നമ്മൾ ആദ്യം സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ നമ്മളുടെ ഹെർബൽ ആലോ കോൺസെൻട്രേറ്റ് അല്ലെ, നമ്മുടെ ബോഡീനെ ഒന്ന് ഡീടോക്സിഫൈ ചെയ്യാനും ഒക്കെ നമ്മൾ ക്ലെൻസ് ചെയ്യാനായിട്ട്. അപ്പൊ നമ്മൾ അതിരാവിലെ തന്നെ നമ്മൾ ഇതെല്ലാം കഴിക്കുമ്പോൾ നമ്മൾ എനർജി ആയി, നറിഷ്മെന്റ് ആയി, ക്ലെൻസിങ് ആയി എല്ലാമോടെയാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലെ. അപ്പൊ അവിടെയൊക്കെയാണ് നമ്മുടെ ന്യൂട്രീഷന്റെ ഇമ്പോർട്ടൻസ്. നെക്സ്റ്റ് തൊട്ട് പിന്നെ ഒരു ഫിഗറും കൂടെ ഞാൻ ജസ്റ്റ് ഫോർ സേക്ക് ഓഫ് ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് പറയുന്ന ഒരു വെള്ളച്ചാട്ടത്തിന്റെ ഒരു പടം അതൊന്ന് ഷെയർ ചെയ്യണേ. അത് കാര്യം എന്താന്ന് വെച്ചാല് നമ്മള് ഇപ്പൊ ഞാൻ ഈ പഠിച്ചിരുന്നേക്കുള്ളൂ, ഈ വെള്ളച്ചാട്ടത്തിന്റെ എഡ്ജില് ഇപ്പൊ വീടും എന്ന് പറഞ്ഞു നിൽക്കുന്ന ഒരു വ്യക്തിയാണ് ഈ പടത്തിലുള്ളത് അല്ലെ. അപ്പോ നമ്മൾ നമ്മുടെ പ്രോഗ്രാമിലേക്ക് വന്ന് ജോയിൻ ചെയ്യുമ്പോ അല്ലെങ്കിൽ നമ്മൾ ഒരു പുതിയ ഒരാളെ ഇൻവൈറ്റ് ചെയ്യുമ്പോൾ ആ വ്യക്തിക്ക് ധാരണ ഉണ്ടായിരിക്കണം ആ വ്യക്തി എവിടെയാണ് നിൽക്കുന്നത് ഹെൽത്തിന്റെ കാര്യത്തിൽ കേട്ടോ. അപ്പൊ കഴിയുന്നതും എന്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ ആണ്, ബ്ലഡ് റിസൾട്ട് എല്ലാം കൊണ്ടുവന്നിട്ട് അവരുടെ അവസ്ഥ എന്താണെന്ന് അവർക്കും ബോധ്യമുണ്ടാവണം, ഒരു കോച്ച് എന്ന നിലയിൽ നമുക്കും ബോധ്യമുണ്ടാവണം. എന്റെ ഇത്രയും നാളത്തെ പേഴ്സണൽ അനുഭവത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കിയതാണ്. അപ്പൊ അവരുടെ ലിവർ ഫംഗ്ഷൻ ടെസ്റ്റും അപ്പൊ ചിലപ്പോൾ റുട്ടീനിൽ എല്ലാ മാസം ചെയ്യുന്നവരായിരിക്കും, അങ്ങനെയാണെങ്കിൽ കൊണ്ടുവരാൻ പറഞ്ഞാൽ മതി, അതൊന്ന് കാണിക്കണം എന്ന് പറഞ്ഞാൽ മതി. അല്ല എങ്കിൽ പുതിയതായിട്ട് അതൊന്ന് എടുക്കണം എന്ന് പറഞ്ഞാൽ മതി. അപ്പൊ അവർക്ക് അവരുടെ ബിക്കോസ് എന്റെ ഒരു ക്ലയന്റ് വന്നപ്പോൾ യൂറിക് ആസിഡ് ഉണ്ടായിരുന്നു, പക്ഷെ ശരീരത്തിൽ യൂറിക് ആസിഡിലേക്ക് യാതൊരു ലക്ഷണങ്ങളും ഉണ്ടായിരുന്നില്ല, ഒരു കാലിൽ ഒരു നീരോ സ്വെല്ലിങ്ങോ ഒന്നും ഉണ്ടായില്ല. പക്ഷെ ഞാൻ ബ്ലഡ് റിസൾട്ട് എടുത്തിട്ട് ഞാൻ ഫുഡ് തരുള്ളൂ എന്ന് പറഞ്ഞതിന്റെ ബേസിസിൽ ബ്ലഡ് റിസൾട്ട് ഫുൾ എടുത്തപ്പോഴും യൂറിക് ആസിഡ് ഇച്ചിരി അബ്നോർമലായിരുന്നു. അപ്പൊ യൂറിക് ആസിഡിനനുസരിച്ചുള്ള ഒരു ഡയറ്റ് പ്ലാൻ ആണ് കോച്ചസും നിർദ്ദേശിച്ചത്. അപ്പൊ നമുക്ക് ഇലക്കറികൾ കഴിക്കാൻ പാടില്ല, പ്രോട്ടീൻ ഒന്ന് കുറയ്ക്കണം, ബിക്കോസ് ലിവറും കിഡ്നിയും ഒക്കെ അത്രയും കപ്പാസിറ്റി ഇല്ലാതിരിക്കുന്നതുകൊണ്ട് കൂടുതൽ പ്രോട്ടീൻ കൊടുത്തിട്ട് അവരെ പണി കൂടുതൽ എടുപ്പിക്കാൻ പറ്റില്ല. അപ്പൊ അങ്ങനെയൊക്കെ ആയതുകൊണ്ട് അങ്ങനെ ഒരു കറക്റ്റ് ഡയറ്റ് പ്ലാനിലും നമ്മുടെ ന്യൂട്രീഷൻ ഫുഡും ഒക്കെ കഴിച്ചു പോയപ്പോഴേക്കും നല്ല എക്സലന്റ് റിസൾട്ട്സിലാണ്, ഫാറ്റി ലിവർ ഒക്കെ നോർമലായി എക്സലന്റ് റിസൾട്ട്സിലാണ് ആള് ഇപ്പൊ ഉള്ളത്. അപ്പൊ നേരെ മറിച്ച് നമ്മൾ ആ ബ്ലഡ് റിസൾട്ട് കണ്ടിട്ടില്ലായിരുന്നെങ്കിൽ അവരും ക്ലെയിം ചെയ്യും എനിക്ക് നേരത്തെ യൂറിക് ആസിഡ് ഉണ്ടായിരുന്നില്ല എന്ന്, നമ്മളും അത് ജസ്റ്റിഫൈ ചെയ്യാൻ പറ്റാതെ ബുദ്ധിമുട്ടും. അപ്പൊ അതുകൊണ്ടാണ് അപ്പൊ നമ്മൾ ഒരാളെ ഇൻവൈറ്റ് ചെയ്ത് കൊണ്ടുവരുമ്പോ നമുക്ക് അദ്ദേഹത്തിനെ ഈ പ്രോഗ്രാമിലൂടെ രക്ഷിക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ വെള്ളത്തിലേക്ക് ഓൾറെഡി വീണ് കഴിഞ്ഞ ആളാണോ നമുക്കറിയില്ല. അപ്പൊ ബെറ്റർ നമ്മൾ ആ ബ്ലഡ് റിസൾട്ടും കൂടെ സപ്പോർട്ടോടെ ആണെങ്കിൽ അത് വളരെ നന്നായിരിക്കും. അല്ലെങ്കിൽ ഈ നെഗറ്റീവ് സ്റ്റേറ്റ്മെന്റ്സ് എന്താണ്, നമ്മൾ റെഗുലർലി ഒന്നും ബ്ലഡ് ചെക്ക് ചെയ്യുന്ന ആൾക്കാരൊന്നുമല്ല, ഏറ്റവും അവസാനം നമുക്ക് ഒരു അത്യാഹിതം സംഭവിച്ച ഒരു ചെസ്റ്റ് പെയിൻ വരുമ്പോഴാണ് നമ്മൾ ഹോസ്പിറ്റലിലേക്ക് ഓടുന്നത് അല്ലേ. അപ്പൊ അങ്ങനെയുള്ള ഒരു കമ്മ്യൂണിറ്റി ആയതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള പ്രിക്കോഷൻസ് എടുക്കുന്നത് വളരെ നന്നായിരിക്കും. ഓക്കെ, അപ്പൊ നേരത്തെ ആദ്യത്തെ ആ ഒരു സ്ലൈഡിൽ കണ്ടു ഫാറ്റി ലിവർ അല്ലെ. ഫാറ്റി ലിവർ എന്ന് പറയുന്നത് 2 ടൈപ്പ് ഉണ്ട്. സെക്കൻഡ് സ്ലൈഡ് ആണ് മാം, ഞാൻ അതിനെ കുറിച്ച് ജസ്റ്റ് ഒന്ന് പറഞ്ഞേക്കാം. ഫാറ്റി ലിവർ എന്ന് പറയുന്നത് 2 ടൈപ്പാണ്, ആൽക്കഹോളിക്കും ഉണ്ട് നോൺ ആൽക്കഹോളിക്കും ഉണ്ട്. ആൽക്കഹോളിക് എന്ന് പറഞ്ഞാൽ കള്ളു കുടിച്ചിട്ട് അല്ലെങ്കിൽ ആൽക്കഹോൾ കൺസ്യൂം ചെയ്തിട്ട് വരുന്ന ഫാറ്റി ലിവർ. അല്ലാത്തത് എന്ന് പറഞ്ഞാൽ ഫുഡ് റിലേറ്റഡ് ആണ്, ഫുഡ് റിലേറ്റഡ് നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവർ. നമ്മൾ കഴിക്കുന്ന ഫുഡിൽ ധാരാളം എണ്ണയും കൊഴുപ്പും കാർബോഹൈഡ്രേറ്റും ഒക്കെ അടങ്ങിയിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും നാളേറെ കഴിയുമ്പോൾ ഇതെല്ലാം ലിവറിലും മറ്റു അവയവങ്ങളിലും ഒക്കെ നിക്ഷേപിച്ച് ലിവറിലാണ് നിക്ഷേപിക്കപ്പെടുന്നതെങ്കിൽ ലിവർ നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവർ ഡിസീസ്, നോൺ ആൽക്കഹോളിക് സ്റ്റീറ്റോഹെപ്പറ്റൈറ്റിസ്, അത് കഴിഞ്ഞ് ലിവർ ഫൈബ്രോസിസ്. അപ്പൊ സ്റ്റേജ് 3 എന്ന് പറയും ലിവർ ഫൈബ്രോസിസ്, അത് കഴിഞ്ഞ് സിറോസിസ് ഓഫ് ലിവർ. അപ്പൊ ഞങ്ങളുടെ ഈ നാട്ടില് കഴിഞ്ഞ ഒരു 2 മാസ കാലഘട്ടത്തിൽ വളരെ ചെറുപ്പക്കാരായിട്ടുള്ള ഫാമിലി ഒക്കെ റൺ ചെയ്യുന്ന 1-2 ആൾക്കാര്, അത് ആൽക്കഹോൾ ആയിരുന്നു അതിന്റെ കാരണം, ബട്ട് സ്റ്റിൽ മരണപ്പെട്ടു. 42 വയസ്സുള്ള ഒരു പയ്യൻ, പിന്നെ 50 വയസ്സുള്ള ഒരു വ്യക്തി ഈ അടുത്ത കാലത്ത് മരണപ്പെട്ടു. അപ്പൊ ചിലരൊക്കെ പറയും അവരെ ആൽക്കഹോൾ കുടിച്ചിട്ടാണെന്ന്. എന്നാൽ ഈ ആൽക്കഹോൾ കുടിക്കാത്തവർക്കും ഫാറ്റി ലിവർ വരുന്നില്ല. അതിന്റെ റീസൺ ആണ് ഞാൻ പറഞ്ഞത്, നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവർ ഡിസീസ്. ഈ അമിതമായിട്ട് നമ്മുടെ ശരീരത്തിൽ എത്തിപ്പെട്ട കൊഴുപ്പും അത് മാത്രമല്ല മറ്റു കാര്യങ്ങളും ഉണ്ട് കേട്ടോ. ചിലപ്പോൾ ചില ടോക്സിൻസ്, ചിലപ്പോൾ ചില മരുന്നുകൾ നമ്മൾ കഴിച്ചതിന്റെ സൈഡ് എഫക്റ്റ് ആയിരിക്കാം, ചിലപ്പോൾ ചില വൈറസോ എന്തെങ്കിലുമൊക്കെ ആയിട്ട് നമുക്ക് ഈ പറഞ്ഞ പോലെ തന്നെ ലിവറിന് എന്തെങ്കിലുമൊക്കെ തകരാറ് സംഭവിച്ചിട്ട് നമുക്ക് ഈ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ നീങ്ങാം. അപ്പൊ നമ്മൾ ഇങ്ങനെ ഒരു അവസ്ഥയെ കുറിച്ച് നമ്മൾക്ക് അറിഞ്ഞിട്ട് വേണം. ഇപ്പൊ നമ്മളൊരു ഈ പ്രോഗ്രാമിൽ വന്നിട്ടുണ്ടെങ്കിൽ ഫാറ്റി ലിവർ മാറുമെന്നൊന്നും നമുക്ക് ആരോടും നമുക്ക് ക്ലെയിം ചെയ്യാൻ പറ്റത്തില്ല. ബിക്കോസ് എന്താണ് അവരുടെ ലിവറിന്റെ കണ്ടീഷൻ എന്നുള്ളത്, ഏത് സ്റ്റേജിലാണെന്നുള്ളത് അവരുടെ ബ്ലഡ് റിപ്പോർട്ട് അല്ലെങ്കിൽ സ്കാനിങ് റിപ്പോർട്ടിനെ തന്നെ ആശ്രയിച്ചിരിക്കും. അതുപോലെ തന്നെ അവർ പ്രോഗ്രാം എങ്ങനെ ചെയ്തു എന്നുള്ളതിനെയും കൂടെ ബിക്കോസ് കോച്ചസിന് നിർദ്ദേശിക്കാനേ പറ്റുള്ളൂ. വീട്ടിൽ അവർ ഉച്ചയ്ക്ക് എന്താണ് കഴിക്കുന്നത്, എങ്ങനെയൊക്കെയാണ് ആ വാട്ടർ ഇൻടേക്ക് എന്നൊക്കെ ഉള്ളത്, അത് അവരുടെ ഉത്തരവാദിത്തമാണ്. ഫുൾ ഫാമിലി അല്ലെങ്കിൽ വ്യക്തിയുടെ ഉത്തരവാദിത്തമാണ്.
അപ്പോൾ ഒരിക്കലും നമുക്കത് ക്ലെയിം ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അവനവന്റെ ഉത്തരവാദിത്തമാണ് അവനവന്റെ ആരോഗ്യം തിരിച്ചു പിടിക്കുക പ്രോഡക്റ്റ് ഉപയോഗിക്കുന്നതിനൊപ്പം എന്നുള്ളൊരു ബോധത്തോടെ വേണം എല്ലാവരും വെയിറ്റ് ലോസിലും വെയിറ്റ് ഗെയിനിലും ഒക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്. ബിക്കോസ് പ്രോഡക്റ്റ് നമ്മൾ കഴിക്കുന്നത് നമ്മൾ അഡീഷണൽ ന്യൂട്രീഷൻ ആണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ബാക്കി എല്ലാ കാര്യങ്ങളും കറക്റ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ പഴയ ആഹാര രീതിയും പഴയ ലൈഫ് സ്റ്റൈലും ആണ് പോയിക്കൊണ്ടിരിക്കുന്നതിന് നമുക്ക് റിസൾട്ട് കിട്ടണമെങ്കിൽ ഇത്തിരി താമസിക്കും. അപ്പൊ അതുകൊണ്ട് ഫ്രൂട്ട്ഫുൾ ആയിട്ട് ഉപയോഗിക്കാനുള്ള സാഹചര്യം എല്ലാവർക്കും ഉണ്ടാവട്ടെ. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ ഫാറ്റി ലിവറിനോട് അല്ലെങ്കിൽ ലിവർ ഹെൽത്തി ഫുഡ് എന്ന രീതിയിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പൊ ഇത് ജസ്റ്റ് ഒരു ഫ്ലെയർ ആണ്. ഡോണ്ട് വെയിറ്റ് ഫോർ ഇൽനെസ് ടു വാല്യൂ വെൽനെസ്. നമുക്ക് ഇൽനെസ് വരാൻ വേണ്ടി കാത്തിരിക്കേണ്ട ആവശ്യമില്ല വെൽനെസ്സിലേക്ക് കടക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ പുതിയതായിട്ട് ജോയിൻ ചെയ്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ഇല്ലാണോ, ഇൽനെസ്സിൽ പോകാനാണോ ഇഷ്ടം അല്ലെങ്കിൽ വെൽനെസ്സിൽ പോകാനാണോ ഇഷ്ടം എന്നുള്ളത് നിങ്ങൾക്ക് ഇന്ന് ഡിസിഷൻ എടുക്കാം. അപ്പൊ അങ്ങനെ വെൽനെസ്സിലൂടെ ആരോഗ്യം തിരിച്ചു പിടിച്ച് നമ്മൾ ഒരാളുടെ മാത്രമല്ല നമ്മുടെ ഫാമിലിയും നമ്മുടെ ചുറ്റുമുള്ളവരുടെ ആരോഗ്യം എല്ലാം നമുക്ക് സംരക്ഷിച്ച് ഹെൽത്തി യൂത്ത്ഫുൾ എനർജറ്റിക് ആയിട്ട് ഇരിക്കാൻ പറ്റുന്ന ഒരു കമ്മ്യൂണിറ്റിയിലാണ് പുതുതായിട്ട് ജോയിൻ ചെയ്തിട്ടുള്ള നിങ്ങൾ ഓരോരുത്തരും എത്തപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ഇൽനെസ്സിലേക്ക് പോകാൻ ആരും ആഗ്രഹിക്കില്ല അല്ലെ? ഹോസ്പിറ്റലിന്റെ വാതിക്കയിൽ പോയി നിൽക്കാനായിട്ട് നമുക്ക് ആർക്കും താല്പര്യമില്ല അല്ലെ? നമുക്ക് എൻജോയ് ചെയ്യാനാണ് ഇഷ്ടം. ഹാപ്പി ആയിട്ട് വീട്ടിലോ പാർക്കിലോ ഒക്കെ എൻജോയ് ചെയ്യാനാണ് ഇഷ്ടം. അപ്പൊ അങ്ങനെ ഒരു ജീവിതമായിരിക്കട്ടെ എല്ലാവർക്കും. അപ്പൊ ആർക്കെങ്കിലും ഒക്കെ റിസൾട്ട് ഒന്ന് ഷെയർ ചെയ്യാനുണ്ടെങ്കിൽ ഷെയർ ചെയ്യുന്ന 2 പേർക്ക് ഷെയർ ചെയ്യാം. ഇച്ചിരി ടൈം നമുക്കുണ്ട്. മൈക്ക് ഒന്ന് ഓൺ ചെയ്ത് കൊടുക്കണേ മാം. ഗുഡ് മോർണിംഗ് മാം. മോർണിംഗ്, പറഞ്ഞോളൂ. എന്റെ പേര് ഷീജ. കൊല്ലം മോർണിംഗ് മാഡം. ഒരു മിനിറ്റ്, ഒരാൾ ഷീജ മാഡം പറഞ്ഞോളൂ. ഓക്കെ ഓക്കെ. മാമിന്റെ ക്ലാസ് വളരെ സൂപ്പർ ആയിരുന്നു. കാരണം ഞാന് ഫാറ്റി ലിവർ 3rd സ്റ്റേജിൽ ആ ഒരു സമയത്താണ് ഞാൻ ഈ ഒരു പ്രോഗ്രാമിലോട്ട് എൻ്റർ ആവുന്നത്. കാരണം മാം പറഞ്ഞ പോലെ തന്നെ ഒരുപാട് പേര് ഇത് ലിവർ പോവും വിറ്റ് പോവും ആ ഒരു സ്റ്റേജിൽ നിന്നപ്പോ തന്നെ എന്തായാലും ഞാനത് കാരണം ഡോക്ടർ ഒരു മെഡിസിനും തന്നില്ല. ഡോക്ടറെ അടുത്ത് പോയപ്പോ ഡോക്ടർ പറഞ്ഞത് ഫാറ്റി ലിവർ 3rd സ്റ്റേജിലോട്ടായിരിക്കുക, ബ്ലഡിലായിട്ടുണ്ട്, SGPT SGPT എല്ലാം കൂടുതലാ, ശരീരം മുഴുവനും നീര് വന്ന് വീർത്ത് വല്ലാത്തൊരവസ്ഥയിലായിരുന്നു. ഫാറ്റി ലിവർ വന്നതിന്റെ ഭാഗമായിട്ട് എനിക്ക് അതിന്റെ വെയിറ്റ് കുറയ്ക്കാനാണ് ഡോക്ടർ പറഞ്ഞത്, മെഡിസിൻ ഒന്നും തന്നില്ല. അപ്പം വെയിറ്റ് കുറയ്ക്കുന്നതിന്റെ ഭാഗമായിട്ട് ഞാൻ ഒരുപാട് മെത്തേഡുകൾ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ ഒരു സമയത്ത് എനിക്ക് അൾസറായി, ഷുഗറായി, BP-യുടെ മെഡിസിൻ എടുക്കേണ്ടി വന്നിട്ടുണ്ട്. ഒരു 9ഓളം മെഡിസിന് എടുക്കുന്ന സമയത്താ ഞാൻ ഈ ഒരു പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തത്. അപ്പം എനിക്ക് എന്താ പറഞ്ഞാലും ഫസ്റ്റ് വീക്ക് തന്നെ എനിക്ക് ഷുഗറിന്റെ മെഡിസിന് സ്റ്റോപ്പ് ചെയ്ത് ആ ഒരു പ്രോസസ്സില് മുന്നോട്ട് പോയി. കറക്റ്റായിട്ട് മുന്നോട്ട് ഒരു 3 മാസമായപ്പോ തന്നെ ബ്ലഡില് ഫാറ്റി ലിവർ എല്ലാം നോർമലായി, മെഡിസിൻസ് എല്ലാം സ്റ്റോപ്പ് ചെയ്യാൻ പറ്റി. ഒരു 3.5 മാസം 18 കിലോ വെയിറ്റ് കുറച്ചപ്പോ തന്നെ പിന്നെ ഡോക്ടർ അടുത്ത് പോയി. ഡോക്ടർക്ക് ഒരു സംശയം. ഡോക്ടർ പറഞ്ഞു നമുക്കൊന്ന് സ്കാൻ ചെയ്ത് നോക്കാം. അപ്പൊ സ്കാൻ ചെയ്തപ്പം ഡോക്ടർക്ക് ഭയങ്കര സന്തോഷമായി. കാരണം ഞാൻ മുമ്പ് കണ്ട ഒരാളെ അല്ല പിന്നെ കണ്ടപ്പോ. ആ 18 കിലോ വെയിറ്റ് എന്ന് പറയുമ്പോ തന്നെ അത് കുറഞ്ഞത് മാത്രമല്ല, ഡോക്ടറെ മുമ്പിൽ ഇരുന്ന ആ കേസ് ഷീറ്റ് മുഴുവൻ എടുത്ത് നോക്കിയിട്ട് ഡോക്ടർക്ക് ഭയങ്കര സന്തോഷമായി. എനിക്ക് പറയാൻ പറ്റുന്നില്ല. കാരണം അതേപോലെ ഞാൻ ഭിത്തി പിടിച്ചു നടന്ന ഒരവസ്ഥയുണ്ട് എനിക്ക്. വീട്ടിന് വെളിയിൽ ഇറങ്ങാൻ പറ്റത്തില്ല. അപ്പം ഒരു യാത്രക്കിടയിൽ ഞാൻ ട്രെയിനിൽ നിന്ന് ഇറങ്ങാൻ ബുദ്ധിമുട്ടുന്നത് കണ്ടിട്ട് എന്റെ കോച്ച് വന്ന് എന്നോട് എനിക്കൊരു ഇൻവിറ്റേഷൻ തന്നത്. എന്റെ കോച്ച് തൃശ്ശൂരാ ഉള്ളത്. ഓൺലൈൻ വഴിയായിട്ടാണ് ഞാൻ പ്രോഗ്രാം ചെയ്തത്. കറക്റ്റായിട്ട് ഗൈഡ് ചെയ്ത് എന്താണ് സാർ പറഞ്ഞു തന്നത് അത് കറക്റ്റായിട്ട് ചെയ്തതിന്റെ ഫലമായിട്ട് മാത്രം എനിക്ക് റിസൾട്ട് കിട്ടിയത്. ഫുഡൊക്കെ നമ്മുടെ ന്യൂട്രീഷൻ ആഡ് ചെയ്തു. നമ്മുടെ ഫുഡും പറഞ്ഞ രീതിയിൽ തന്നെ സപ്ലിമെന്റ്സ് അടക്കം എടുത്ത് കറക്റ്റായിട്ട് ഫോളോ ചെയ്തതിന്റെ ഭാഗമായിട്ട് എനിക്ക് ഇത്രയും നല്ലൊരു റിസൾട്ട് കിട്ടി. എന്നെ സഹായിച്ച എന്റെ കോച്ചേഴ്സ് അനൂപ് സാർ ആൻഡ് സവിതാമ്മ, അവർക്ക് ഞാൻ പ്രധാനം താങ്ക്സ് പറയുന്നു. താങ്ക്സ് ടു മാത്യൂസ്, താങ്ക്സ് ടു ഹർത്താൽ. ഒരു മിനിറ്റ്, ഞാൻ മാഡത്തിനോട് ചോദിച്ചോളൂ. ഒറ്റ മിനിറ്റ് മാം. എന്നാ പറഞ്ഞോളൂ, നോ പ്രോബ്ലം. ഓക്കെ മാം, പറഞ്ഞോളൂ. ആരും ഓപ്പൺ ചെയ്തിട്ടുണ്ട്, പറഞ്ഞോളൂ. ഷീജ
മാം എത്ര നാളാണ് ഈ ആരോഗ്യ ഇല്ലാത്ത അവസ്ഥയിലൂടെ പോകാനിരുന്നതെന്നാണ് ഞാൻ ചോദിക്കാൻ ഉദ്ദേശിച്ചത്. പറയാൻ പറ്റുമെങ്കിലും പറഞ്ഞു. ഞാന് ഒരു 20 വർഷമായിട്ട് തൈറോയിഡ് മെഡിസിൻ എടുക്കുന്നുണ്ടായിരുന്നു. എനിക്കൊരു ആയുർവേദ ട്രീറ്റ്മെന്റ് എടുക്കേണ്ട ഒരു ബുദ്ധിമുട്ടുണ്ടായി. കാരണം ഒരു 20 വർഷം മുന്നേ ഡെലിവറി കഴിഞ്ഞ സമയത്ത് ഞാനൊന്ന് വീണ്, സിസേറിയൻ കഴിഞ്ഞ സമയത്ത് ഞാൻ വീണ്. അങ്ങനെ നട്ടലിന് വിഷയമായിട്ട് സർജറി പറഞ്ഞപ്പോ അത് സക്സസ് ആവുമെന്ന് പറയാൻ പറ്റത്തില്ല. ആയുർവേദ ട്രീറ്റ്മെന്റ്, പിന്നെ ഫുൾ റെസ്റ്റ്, 21 ദിവസം ആയുർവേദ ആശുപത്രി കിടന്ന് ആ ഒരു രീതി പോയ സമയത്ത് എനിക്ക് 77.5 കിലോ വെയിറ്റ്, എന്റെ വെയിറ്റ് കൂടി. അപ്പൊ ഫുഡ് നന്നായിട്ട് കഴിക്കുന്നുണ്ട്, നമ്മൾ റെസ്റ്റ് എടുക്കുക, എങ്ങനെ ഭക്ഷണം കഴിക്കണം, എങ്ങനെ വെള്ളം കുടിക്കണം, ഇതൊന്നും നമുക്ക് അറിയത്തില്ല. നമ്മള് മിക്കവാറും വീട്ടില് പുറത്തുനിന്നുള്ള ഫുഡാ. കാരണം എനിക്ക് എഴുന്നേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. മോള് +2 പഠിക്കുന്നല്ലേ. ആ ഒരു സാഹചര്യത്തിൽ ഇപ്പൊ ഒരു 2 വർഷം മുന്നേ ഞാൻ ഈ പ്രോഗ്രാം ചെയ്തത്. അതിനു മുന്നേ ഒരു 5 വർഷത്തോളം ഞാൻ ഫുൾ ബെഡഡാ. പിന്നെ ഹസ്ബൻഡ് പുള്ളി ആ രീതിയിൽ എന്നെ കൊണ്ടുപോയത് കൊണ്ട് മാത്രമാണ് ഞാന് ഇത്ര ഒരു ആരോഗ്യമായിട്ട് ആ ഒരു സമയത്തും ഞാൻ ഇരുന്നത്. അല്ലെങ്കിൽ നമ്മള് വേറെ അവസ്ഥയിലോട്ടാ പോകുന്നത്. മാനസികമായിട്ട് നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകും ആ സമയത്ത്. കാരണം പിള്ളേർക്ക് പോലും ബുദ്ധിമുട്ടാകുന്ന ഒരു സ്റ്റേജ്. എനിക്ക് 2 പെൺകുട്ടികളാ. അപ്പം അവര് സ്കൂളിൽ പോവുകയും എടുക്കുകയൊക്കെ ചെയ്യുമ്പോ അവർക്ക് അതിൻ്റെതായ വീട്ടിൽ വരുമ്പോ ഞാൻ ഈ ഒരു അവസ്ഥയില്, ഹസ്ബൻഡ് കോൺട്രാക്ട് വർക്കുണ്ട്, പുള്ളി പോകുന്നത് രാവിലെ വീട്ടിലെ അത്യാവശ്യ ജോലികൾ ഒതുക്കി വെച്ചിട്ടാ പോകുന്നത്. അപ്പൊ നമ്മുടെ ഫാമിലി തന്നെ, നമ്മളൊരാള് വീട്ടില് അനാരോഗ്യത്തിലാവുമ്പോ നമ്മുടെ ഫാമിലി ഫുള്ള് പറയാൻ പറ്റത്തില്ല, ആ ഒരു അവസ്ഥയിലോട്ടാ പോകുന്നത്. ഇപ്പം ഞങ്ങള് നമുക്കെല്ലാം ഹാപ്പി ആയിട്ട് പോകുന്നുണ്ട്, വളരെ ഹാപ്പി ആയിട്ട് ഹെൽത്തി ആയിട്ടും പോകുന്നുണ്ട് 2 വർഷമായിട്ട്. ഓക്കെ മാം, എക്സലന്റ്, കൺഗ്രാറ്റുലേഷൻ. അതായത് ഒരു 20 വർഷം അല്ലെ, നമ്മള് അതാണ് ശ്രദ്ധിക്കുന്നത്. 20 വർഷത്തോളമുള്ള പല വിധത്തിലുള്ള സഫറിങ്സ് വെറും 3 മാസത്തെ ഗ്യാപ്പില് ഗുഡ് ന്യൂട്രീഷനും കറക്റ്റ് നമ്മുടെ ലൈഫ് സ്റ്റൈൽ എന്താണോ ചേഞ്ച് ചെയ്ത് ഗുഡ് ഫുഡ്, നമുക്ക് നിത്യേനയുള്ള ആഹാരത്തിലുള്ള മാറ്റവും വെള്ളം കുടിക്കുന്നതിലുള്ള മാറ്റങ്ങളും ബാക്കി ന്യൂട്രിയൻസ് ഒക്കെ ആഡ് ചെയ്യുന്നപ്പോൾ ആ ഒരു റിസൾട്ട് ആണ് മാം ഇവിടെ ഷെയർ ചെയ്തത്. താങ്ക് യു വെരി മച്ച് മാം, എക്സലന്റ് റിസൾട്ട്സ് ആണ്. താങ്ക് യു. അടുത്ത ഒരാള് പറഞ്ഞോളൂ. ആരും ഓപ്പൺ ചെയ്തായിരുന്നു, പറഞ്ഞോളൂ മാഡം. പറഞ്ഞോളൂ സർ. എന്റെ പേര് സതീഷ്, ഞാൻ ടീം ഫിറ്റ്ലൈൻ സംസാരിക്കുന്നു. ഓക്കെ, പറഞ്ഞോളൂ. ഞാൻ ഈ പ്രോഗ്രാം 5 വർഷം മുന്നേ, ഈ പ്രോഗ്രാം വരുന്ന മുന്നേ എനിക്ക് ഹൈ ഫാറ്റ് ലിവർ ആയിരുന്നു. കാരണം ഞാൻ ഒരു 30 വർഷം ഞാൻ വേറെ ഫീൽഡ് വർക്ക് ചെയ്യുന്നു. ആ വർക്കിൽ എന്റെ സമയത്തിന് ഭക്ഷണം കഴിക്കാൻ രാത്രി ഭക്ഷണം 12 മണിക്കും ഉച്ചത്തെ ഭക്ഷണം 6 മണിക്ക് കഴിച്ചിരുന്ന ആള് സുപ്രാത്തിൽ പോയി ഛർദി വന്ന കാരണം ഞാൻ ഡോക്ടർക്ക് പോയി. ഒരുപാട് ഡോക്ടർമാരെ കാണിച്ചു, കേരളത്തിനകത്തും പുറത്ത് കുറെ കാണിച്ചു. ലാസ്റ്റ് ചെതില് ഒരു സമയത്ത് ഒരു ബിരിയാണി, ഇന്ന് ഉച്ചയ്ക്ക് ബിരിയാണി കഴിച്ച കാരണത്താൽ ബ്ലഡ് ഛർദിച്ച കാരണം ഹോസ്പിറ്റലിൽ പോയതാണ്. അപ്പൊ ഡോക്ടർ വെച്ചോട് വാട്ടർ അടിക്കുക വെച്ചു. ഞാൻ പറഞ്ഞ അടിച്ചിരുന്ന ഒരു കാലത്ത് കുറെ മുന്നേ, ഇപ്പൊ 10 വർഷം ഒന്നും ഇല്ലാതാണ്. ഇപ്പൊ നമുക്ക് സ്കാൻ ചെയ്ത് നോക്കാറ്. സ്കാൻ ചെയ്ത് ഡോക്ടറിന് ഉള്ളിലൊന്നും ഇല്ലല്ലോ വെച്ചോണ്ട്, എന്തോ ലിവറൊക്കെ പകുതി പോയല്ലോ പറഞ്ഞു. അപ്പോൾ ഞാൻ ആ ഡോക്ടർ 5 വർഷം മെഡിസിൻ കഴിച്ചിട്ടും ഒരു മാറ്റില്ലാത്ത ഡോക്ടർ പറഞ്ഞു, ഇനി നമുക്ക് ഒരു രക്ഷയില്ലാതെ ബയോപ്സി ചെയ്യാം. കാരണം ഡോക്ടറെ തോന്നി ടെസ്റ്റ് ചെയ്യാൻ ക്യാൻസറിലേക്ക് ബാധിച്ചു സംശയം ഡോക്ടർക്ക്. കാരണം അതുവരെ 5 വർഷം ഡോക്ടർ മെഡിസിൻ കഴിച്ചു യാതൊന്നും ഏൽക്കില്ല. 5 വർഷം ഡോക്ടർ മെഡിസിൻ കഴിച്ചു. പക്ഷെ ഞാൻ കഴിച്ച ഭക്ഷണങ്ങൾ എന്ന് പറഞ്ഞാല് ചോറും താളിച്ച് കറി, ഇത് ബിഫോർ പിക്ചറാണത്. കാരണം നോർമൽ ആൾക്ക് സാധാരണ ഒരു ചോറും താളിച്ച് കറിയാണ്, ഉപ്പ് ഇടാത്ത എരിവിടാത്ത ഒരു കറി കഴിച്ച എന്തായിരിക്കും അവസ്ഥ? 5 വർഷം കഴിച്ച ഒരാളെ ഞാൻ. വെള്ളം തിളപ്പിക്കുക, അതിൽ എന്ത് കഷ്ടം ഇട്ട് അത് വേവിച്ച് തിന്ന 5 വർഷം കഴിച്ച ഒരാളാണ്. കാരണം നമ്മൾ എന്ത് കഴിച്ചാലും വയറിൽ എത്തുമ്പോൾ അത് നമ്മൾ കത്തിയിട്ട് മുറിക്കാൻ വേറെ വയറിനുള്ളിൽ. അങ്ങനെ ആ 5 വർഷം മെഡിസിൻ ഡോക്ടർ ലാസ്റ്റ് ബയോപ്സിക്ക് വെച്ച ആ ചൊവ്വാഴ്ച കാണിച്ച് വ്യാഴാഴ്ച ബയോപ്സി എല്ലാം പറഞ്ഞ ടൈമിലാണ് എന്റെ ഫ്രണ്ട് മുഖാന്തരം, ഞാനൊരു ഭക്ഷണ മെക്കാനിക്കാണ്. അപ്പൊ ഞാൻ എന്റെ ഷോപ്പിൽ നിന്ന് ഇരിക്കും വൈകുന്നേരം 7 മണിക്ക്. അപ്പൊ ഞാൻ ആകെ ടെൻഷൻ, വൈഫ് കൂടണ്ടായിരുന്നു. വൈഫിന് ബയോപ്സി പറയുമ്പോൾ വൈഫിന് എന്താ മനസ്സിലായി, കാരണം അവർക്ക് അതിനെ പറ്റി എന്താ അറിയില്ല. എനിക്കിപ്പോ ഓടി, കാരണം ബയോപ്സി ആണെങ്കിൽ നമുക്ക് ക്യാൻസർ ടെസ്റ്റിലേക്ക് പോകാൻ തീരുമാനത്തിലാണ്. അപ്പൊ ഞാൻ ഫ്രണ്ടിനോട് എങ്ങനെ ഡോക്ടർ പറഞ്ഞത്, എന്താ ചെയ്യാന്ന് വെച്ചായിരുന്നു. പറഞ്ഞ കാര്യം നാളെ നമുക്ക് സെന്ററിൽ പോകാറുണ്ട്. അപ്പൊ അന്ന് തിരൂര്, ആലത്തൂര് മാത്രമേ ഈ സെന്ററിൽ നമ്മുടെ നാട്ടിലുള്ളൂ. അപ്പൊ അവിടെ ഞാൻ പറഞ്ഞു, ആലത്തൂര് ഹോസ്പിറ്റൽ ഇല്ലല്ലോ. കാരണം ഞാൻ 10 ഹോസ്പിറ്റലിൽ കേരള, കർണാടക, തമിഴ്നാട് 3 സംസ്ഥാനം പോയി മടങ്ങിയ വ്യക്തിയാണ്. അപ്പൊ എന്തായാലും അവൻ എന്നെ രാവിലെ വീട്ടിൽ 6 മണിക്ക് വന്ന് അവന്റെ ഓട്ടോയിൽ എന്നെ കൊണ്ടുപോയി അവിടെ ചെന്നപ്പോ സെന്ററിൽ ചോട്ടെ, എത്ര നാളുകൊണ്ട് റിസൾട്ട് എടുത്തു നമ്മുടെ പ്രോഗ്രാമില്? 2 മാസം. അവിടെ ചെന്നപ്പോൾ അറിഞ്ഞത്, ഞാൻ എന്റെ ഐ ടി നോക്കിയപ്പോൾ 16 എക്സ് വെയിറ്റ് മനസ്സിലായി.
പിന്നെ ഫാറ്റ് 37 ഫാറ്റ്. അപ്പൊ നമ്മള് നമ്മള് തന്നെ നോക്കണേ ഇങ്ങനെയൊക്കെ ഉണ്ടല്ലേ ചിന്തിച്ചത്. അപ്പൊ എനിക്ക് എന്തായാലും ഞാൻ വെയിറ്റ് കുറയ്ക്കാൻ പോയ ആളല്ല. ഞാൻ എന്റെ അസുഖം മാറണം, എങ്ങനെയും മാറണം, കാരണം ജീവിച്ചേ പറ്റൂ. കാരണം മരിക്കാൻ ആർക്കും പേടിയില്ല, പക്ഷെ ജീവിച്ച് കൊതി തീർന്നില്ലല്ലോ ആർക്കും. ആ അവസ്ഥയിലാണ് ഞാൻ ഡോക്ടറോട് പറയും, ഡോക്ടർ മരിക്കാൻ പേടിയില്ല, പക്ഷെ ജീവിച്ച് കൊതി തീർന്നില്ല. കാരണം ഭാര്യ, മക്കൾ, മോൾക്ക് 7 പഠിക്കും മോള്, മോൻ 5 പഠിക്കുന്ന ടൈമിലാണ് ഞാൻ ഇത് എത്തുന്നത്. ഇപ്പൊ ചിന്തിക്കാൻ നമ്മളങ്ങനെ ന്യൂട്രീഷൻ ഫുഡ് കഴിക്കാൻ തുടങ്ങിയിട്ട് അന്ന് 2 മാസം കൊണ്ട് 16 വെയിറ്റ് കുറച്ചു. പിന്നെ ഇന്ന് ഒരു 5 വർഷമായിട്ട് ഒരു ഹോസ്പിറ്റലിൽ ഒരു മെഡിസിനും കഴിക്കാതെ ഹെൽത്തി ഹാപ്പി ഫാമിലി. എല്ലാം ഞാനും എന്റെ 2 മക്കളും, എന്റെ അമ്മ 82 വയസ്സ് അമ്മ രാവിലെ മോൾ ഷേക്ക് എടുക്കുന്നത്. ഇന്ന് എല്ലാരും ഹോസ്പിറ്റലിൽ പോകാതെ ഹെൽത്തി ഹാപ്പി ആയിരുന്നു. എന്നെ ഗൈഡ് ചെയ്ത കോച്ച് നസീർ ആൻഡ് സെലീന നസീറും അപ്ലൈ കോച്ച് അൻസാർ സെക്യം എടുത്തും ഫ്രം ദ ഹാർട്ട് താങ്ക് യു മാർക്കൂസ്, താങ്ക് യു ഹെർബലൈഫ്. താങ്ക് യു സർ, താങ്ക് യു വെരി മച്ച്. എക്സലന്റ് റിസൾട്ട് ഷെയറിംഗ് ആണ്. ബിക്കോസ് നോക്കൂ എത്ര വർഷത്തെ സഫറിംഗ് ആണ്. ഇപ്പൊ ആ ഒരു പോയിന്റ് ആണ് നമുക്ക് ഹൈലൈറ്റ് ചെയ്ത് പറയാനുള്ളത് അല്ലെ. നമ്മള് സ്വയം തയ്യാറാവണം. അപ്പൊ പുതിയതായിട്ട് ജോയിൻ ചെയ്ത 2 പേരും കൂടെ റിസൾട്ട് പറയാനിരിക്കുന്നുണ്ട്. പെട്ടെന്നൊന്ന് പറയാൻ പറ്റുമെങ്കിൽ നമുക്ക് ഒരു അവസരം തരാം. മാം പെട്ടെന്നൊന്ന് പറയാമോ? പറഞ്ഞു പെട്ടെന്ന്. ഹലോ 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 ഞാൻ കുടിക്കുമട്ട സ്ക്രീൻ സെന്റർ. ഞാൻ എന്റെ പേര് ഋഷിത. എനിക്ക് 48 വയസ്സായിരുന്നു. ഞാൻ 75 കിലോനുണ്ടായിരുന്നു ഇവിടെ വരുന്നതിന് മുമ്പേ. ഇപ്പം 7 ദിവസം വന്നതിന് ശേഷം 2600 കുറഞ്ഞിട്ടുണ്ട്. വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ. എനിക്ക് നല്ല അലർജിന്റെ പ്രോബ്ലം ഉണ്ടായിരുന്നു. ഒട്ടാകം മേത്തൊക്കെ ചൊറിഞ്ഞിട്ട് ഭയങ്കര തടുപ്പ് ഇതെല്ലാം. പിന്നെ കുറച്ച് ഷുഗർ ഉണ്ടായിരുന്നു. എന്നിട്ടിപ്പോ ഞാൻ 7 ദിവസം ഇത് കണ്ടിന്യൂ കുടിച്ചതിന് ശേഷം എനിക്ക് ആ ചൊറിച്ചല് പാടെ മാറിയിട്ടുണ്ട്. ഞാൻ അല്ലേഗ്ര എന്നുള്ള ഗുളിക കഴിച്ചിരുന്നു. സ്ഥിരമായിട്ട് അത് കഴിക്കണം എന്ന് പറഞ്ഞു ഡോക്ടർ. അത് അല്ലേഗ്ര 1.5 കഴിച്ചിട്ടില്ലെങ്കിൽ എനിക്ക് ചൊറിച്ചിലുണ്ടായിരുന്നു. ഇപ്പൊ അത് ഞാൻ ഇവിടെ വന്നതിന് ശേഷം ഒരു പ്രാവശ്യം കഴിച്ചുള്ളൂ. പിന്നെ ഇപ്പൊ 5-6 ദിവസമായി കഴിക്കുകയും ചെയ്യാത്ത. അതിൽ നല്ല മാറ്റം എനിക്കിപ്പം തന്നെ അറിഞ്ഞിട്ടുണ്ട്. അതിന് ഞാൻ എന്റെ കോച്ചിനോട് വളരെ നന്ദി പറയുന്നു. വെരി ഗുഡ്, എക്സലന്റ് റിസൾട്ട് ആണ്. ഓക്കെ. എനിക്ക് ശരീരത്തിന് ഒട്ടാകെ ഒരു എനർജി കിട്ടിയ ഒരു ഫീലിങ്സ് ആണ് കാണിക്കുന്നത്. രാവിലെ എണീച്ചാൽ അപ്പൊ ഒരു കിടന്ന് ഉറക്കല, ഒരു 8 മണി 9 മണി വരെയെല്ലാം കിടക്കല. ആ സമയത്ത് നടന്നുകൊണ്ട് ഇവിടെ വരാനും നല്ല താല്പര്യമുണ്ട്. അതെല്ലാം വളരെ ഹാപ്പി ആയിട്ട് ഞാൻ ഇപ്പൊ സന്തോഷിക്കുകയാണ്. എന്റെ ഷെയർ ഇത്ര മാത്രമേ ഉള്ളൂ. ഇത് ഇനിയും മുന്നോട്ട് പോകാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എക്സലന്റ് ആണ്, എക്സലന്റ് റിസൾട്ട് ആണ്. താങ്ക് യു വെരി മച്ച് ഫോർ ഷെയറിംഗ് മാം. ഇപ്പൊ മാമിന്റെ ആ ഒരു മാം പറഞ്ഞതിന്റെ അതാണ്. അപ്പൊ ലിവർ ഒക്കെ കറക്റ്റ് ആയിട്ട് ഡീറ്റോക്സ് ഒക്കെ ചെയ്തു തുടങ്ങിയപ്പോഴാണ് അലർജി ഒക്കെ പതുക്കെ അല്ലെ. നമ്മളിവിടെ ഒരു മെഡിസിൻ ഒന്നും ആർക്കും കൊടുത്തിട്ടില്ലല്ലേ. നമ്മൾ ആ ഫുഡ് കറക്ഷനും ന്യൂട്രീഷൻ ഒക്കെ ആഡ് ചെയ്ത് കൊടുത്തതിന്റെ റിസൾട്ട്സ് ആണ് മാം ഇപ്പൊ ഷെയർ ചെയ്തത്. താങ്ക് യു വെരി മച്ച്. അപ്പൊ ഇനി റിസൾട്ട് ഷെയർ ചെയ്യാനുള്ള ആൾക്കാർ നെക്സ്റ്റ് സെഷൻസിൽ നമുക്ക് ഷെയർ ചെയ്യാം. അപ്പൊ ഇത്രയൊക്കെ പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ സെഷൻ വൈൻഡ് അപ്പ് ചെയ്യുന്നു. താങ്ക് യു വെരി മച്ച്. Have a nice day. Thank you, ma'am. Thank you, ma'am.